അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മുഖ്യ വിഷയം റീവിസിറ്റിംഗ് സോഷ്യൽ വർക്ക് ഫ്രം എ ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസ് പാരഡൈം, ലോക്കൽ ആൻഡ് ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്. ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ KP രാജേഷാണ്. ഈ വിഷയത്തോട് വിഷയാവതരണത്തിന് ശേഷം ഡിസ്കഷൻ്റായി സംസാരിക്കുന്നത് ഡോക്ടർ അബ്ദുൾ ബസിത്ത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അലുമിനി കളക്റ്റീവിൻ്റെ പേരിൽ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് പ്രഭാഷകരെയും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. ഡോക്ടർ KP രാജേഷ് 2001-2003 കാലഘട്ടത്തിൽ കാലടി ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്നും മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. പിന്നീട് ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിൽ നിന്നും MPhil, അതിനുശേഷം കോഴിക്കോടുള്ള ലിസ കോളേജിൽ കുറച്ചു കാലത്തെ അധ്യാപക പരിചയം, തുടർന്ന് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജിയിൽ PhD. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം സമകാലിക സാമൂഹ്യ മൂവ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗവേഷണ പ്രബന്ധമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ഹൈദരാബാദ് ക്യാമ്പസിലെ അധ്യാപകനാണ്. ശ്രീ KP രാജേഷിന് സ്വാഗതം. അടുത്തതായി രണ്ടാമത് ഇന്ന് ഡിസ്കഷൻ്റായി നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ അബ്ദുൾ ബസിത്താണ്. അദ്ദേഹം ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്ന് 2009-2011 കാലഘട്ടത്തിൽ MSW പൂർത്തിയാക്കി. JNUവിൽ നിന്ന് സെൻറ്റർ ഫോർ സോഷ്യൽ മെഡിസിൻ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന സെൻറ്ററിൽ നിന്ന് MPhilഉം ഡോക്ടറൽ ബിരുദവും നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗവേഷണ ഏരിയ എന്ന് പറയുന്നത് പൊതുജനാരോഗ്യം, വികസനം, ഹെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിസ്പാരിറ്റീസ്, ആരോഗ്യ മേഖലയിലെ സാമൂഹ്യ അസമത്വങ്ങൾ എന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഡോക്ടർ അബ്ദുൾ ബസിത്തിനെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വെബിനാർ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ചർച്ച റീവിസിറ്റിംഗ് സോഷ്യൽ വർക്ക് ഫ്രം എ ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസ് പാരഡൈം എന്ന ആശയത്തെ മുൻനിർത്തിയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കോവിഡിനെ മുൻനിർത്തിയുള്ള കേരളത്തിലെയും അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലെയും ചർച്ചകളെ, സോഷ്യൽ വർക്കിലോ അല്ലെങ്കിൽ ഭരണ കേന്ദ്രങ്ങളിലോ നടക്കുന്ന ചർച്ചകളെ നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമായി ഒരു 4 തരത്തിലെങ്കിലും നമുക്ക് ആ ചർച്ചയെ കാണാം. ഒന്ന്, ഇതിനൊരു വലിയ അവസരമാക്കി മാറ്റുന്ന, ഒരു വലിയ ചാകരയായിട്ട് കാണുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും ഉണ്ട്. അത് ഈ ഡിസിപ്ലിനകത്തും അങ്ങനെ ഉണ്ടാകാം. 2, ഇത് ആരെയും ബാധിക്കാത്ത, സ്റ്റാറ്റസ്കോ അതുപോലെ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. 3ാമതായിട്ട് ഇവിടെ നിന്ന് ഒരു ഡിസിപ്ലിൻ്റെ അല്ലെങ്കിൽ പ്രാക്ടീസിൻ്റെ പുറത്തേക്ക് നമുക്ക് സൊല്യൂഷന് വേണ്ടി പുറത്തേക്ക് നോക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. കാരണം നമ്മുടെ ഈ ഡിസിപ്ലിൻ്റെ, അതിൻ്റെ പഠനം, അതിൻ്റെ പ്രാക്ടീസ്, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഡിസിപ്ലിനും പ്രാക്ടീസിനും ബാഹ്യമായ എവിടെയോ ആണ് എന്ന് നോക്കുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ. 4ാമതായിട്ട് നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ക്രിട്ടിക്കൽ സെൽഫ് എക്സാമിനേഷൻ, നമ്മൾ ഉള്ളിലേക്ക് നോക്കി നമ്മൾ വിമർശനാത്മകമായിട്ട് നമ്മളെ തന്നെ നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം. ഇതിലേത് ശ്രമത്തിലാണ് ഡോക്ടർ KP രാജേഷ് വരുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ട് വിഷയ അവതരണത്തിനായിട്ട് ഡോക്ടർ KP രാജേഷിനെ ക്ഷണിക്കുന്നു. രാജേഷ്, യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ രൂപീകൃതമായ സാമൂഹ്യ പ്രവർത്തനം പഠിച്ച ആളുകളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഇത്തരത്തിലൊരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിൽ, ആ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തനവും കോവിഡാനന്തര ലോകവും എന്ന വെബിനാർ സീരീസിൽ പങ്കെടുക്കാൻ അവസരം തന്നതിൽ തീർച്ചയായിട്ടും ഡോക്ടർ മാലേഷ്, സുബൈർ, ശ്രീനാഥ്, പാർവതി തുടങ്ങി
ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. ഈ ആളുകളോടെല്ലാം തന്നെ എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ ആദ്യം തന്നെ അറിയിക്കാം. സാമൂഹ്യ പ്രവർത്തനത്തെയും അതിൻ്റെ ചില അടിസ്ഥാന പ്രമാണങ്ങളെയും വിമർശനാത്മക സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യ പഠനത്തിൻ്റെയും സമൂഹ പഠനത്തിൻ്റെയും ഒക്കെ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് പുനർവായിക്കാനാണ് ഞാൻ ഈ ചെറിയ അവതരണത്തിലൂടെ ശ്രമിക്കുന്നത്. ഈ അവതരണത്തെ പൊതുവെ ഞാൻ 4 തിരിച്ചിട്ടുണ്ട്, 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ എൻ്റെ ഒരു സൈദ്ധാന്തിക കാഴ്ചപ്പാട് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എവിടെ നിന്നാണ് ഞാൻ ഈ വിഷയത്തെ നോക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ വളരെ കാലികമായ ചില നിർവചനങ്ങളെ അപനിർമ്മിക്കാനുള്ള ശ്രമമായിരിക്കും രണ്ടാമത്തെ ഭാഗത്ത് നടക്കുന്നത്. മൂന്നാമത്തെ ഭാഗത്ത് കുറെ കൂടെ കാലികമെന്ന് വിശേഷിപ്പിക്കുന്ന വളരെ സമീപകാലത്ത് പരിഷ്കരിച്ച സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ സോഷ്യൽ വർക്ക് സിലബസിൻ്റെ ചില ഘടകങ്ങൾ മുൻനിർത്തി അതിനെ വിശകലനം ചെയ്യാനും ഏറ്റവും അവസാനമായി 1990-കൾക്ക് ശേഷം എന്തുകൊണ്ടാണ് കേരളത്തിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന വിജ്ഞാന മേഖല ഇത്രയധികം വ്യാപകമായത് എന്ന പരിശോധനയിലൂടെ ഈ അവതരണം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി ഈ കഴിഞ്ഞ വെബിനാർ സീരീസിന്റെ ഏതാണ്ട് എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കാൻ അവസരം ലഭിച്ച ഒരാളെന്ന നിലയ്ക്ക് ചില കാര്യങ്ങളിൽ എനിക്ക് സന്തോഷമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇതുവരെ രാഷ്ട്രീയം എന്ന ഗണത്തിൽപ്പെടുത്തി മാറ്റി നിർത്തപ്പെട്ട ചോദ്യങ്ങളും മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരും സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഈ അക്കാദമിക ചർച്ചയുടെ മേഖലയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുന്നു എന്നുള്ളത് വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് വലിയ സന്തോഷമുണ്ട് എന്നുകൂടി രേഖപ്പെടുത്തി ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പം 17-ാം നൂറ്റാണ്ട് മുതൽ വികസിച്ചു വന്ന പ്രബുദ്ധതാ പാരമ്പര്യത്തിനകത്ത് വിമർശം എന്ന സങ്കല്പത്തിന് വളരെ സവിശേഷമായ സ്ഥാനമാണുള്ളത്. ഈ സങ്കല്പം ഈ പാരമ്പര്യത്തോട് ഇടഞ്ഞും ഈ പാരമ്പര്യത്തെ വിപുലപ്പെടുത്തിയും ഈ പാരമ്പര്യത്തെ പല രൂപത്തിൽ വിശകലന വിധേയമാക്കിയുമൊക്കെയാണ് യൂറോപ്യൻ ആധുനികതയും യൂറോപ്യൻ മുതലാളിത്ത ആധുനികതയും അതിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള പലതരം സാമൂഹ്യ സിദ്ധാന്തങ്ങളും വികസിച്ചു വന്നിട്ടുള്ളത് എന്ന് കാണാം. ഈ സവിശേഷമായ സഞ്ചാര വഴികളിൽ തീർച്ചയായും എടുത്തു പറയേണ്ട 2 പേരുകളാണ്, അല്ലെങ്കിൽ ഇതിനോട് ഇടഞ്ഞു നിന്ന 2 പ്രധാനപ്പെട്ട പേരുകളാണ്. ഒന്ന് ജർമ്മൻ തത്വചിന്തകനായിരുന്ന മാർക്സും, രണ്ടാമത് ഫ്രഞ്ച് തത്വചിന്തകനും അതുപോലെ തന്നെ ആശയങ്ങളുടെ ചരിത്രകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരാളുമായിരുന്ന മിഷേൽ ഫുക്കോയ്. ഇവർ രണ്ടുപേരും മുന്നോട്ട് വെച്ച വിമർശം എന്ന സങ്കല്പത്തിന്റെ ചില അർത്ഥങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സൈദ്ധാന്തിക കാഴ്ചപ്പാട് രൂപപ്പെടുത്തിക്കൊണ്ട് ഞാൻ സോഷ്യൽ വർക്കിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. ഇതിൽ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം വിമർശം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര വിമർശമാണ്. അപ്പോൾ മാർക്സിസ്റ്റ് ചിന്താ പാരമ്പര്യത്തിനകത്ത് ആകെ തന്നെ പ്രത്യയശാസ്ത്രം എന്നത് സാമൂഹികമായും ഭൗതികമായ യാഥാർത്ഥ്യത്തോട് എപ്പോഴും കെട്ടുപിണഞ്ഞു കിടക്കുന്നതും ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. അല്ലെങ്കിൽ സാമൂഹ്യമായ പുനരുൽപാദനത്തിനകത്ത് തീർച്ചയായും സ്ഥാനപ്പെടുത്താവുന്ന ഒന്നാണ് പ്രത്യയശാസ്ത്രം എന്നാണ് മാർക്സ് കാണുന്നത്. 1991 പ്രശസ്ത മാർക്സിസ്റ്റും അതുപോലെ തന്നെ സാഹിത്യ വിമർശകനുമായിട്ടുള്ള ബ്രിട്ടീഷ് മാർക്സിസ്റ്റും സാഹിത്യ വിമർശകനുമായിട്ടുള്ള ടെറി ഈഗിൾട്ടൺ അദ്ദേഹം ഐഡിയോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്നുണ്ട്. പ്രത്യയശാസ്ത്രം ഒരു ആമുഖം എന്ന നിലയ്ക്ക് അദ്ദേഹം പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകം എഴുതുന്ന സമയത്ത് അതിന്റെ മുഖവരിയിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 1990-കൾ മുതൽ അല്ലെ 1980-കളുടെ രണ്ടാം പകുതി മുതൽ ഇങ്ങോട്ട്
പ്രത്യയശാസ്ത്ര വിമർശനം എന്ന് പറയുന്നത് പൊതുവെ ആളുകൾക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയായി മെല്ലെ മെല്ലെ മാറുന്നു. അല്ലെങ്കിൽ അതിനോട് ഒരു പ്രത്യേക തരം വിരക്തിയും അതിനോടൊരു പ്രത്യേക തരം വിമുഖതയും ആളുകൾ സൂക്ഷിക്കാൻ തുടങ്ങുന്നു എന്ന നിലക്ക് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അതിനെ വിശകലനം ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന എവേർഷൻ ടുവേർഡ്സ് ഐഡിയോളജിക്കൽ ക്രിട്ടീക്ക് എന്നാണ് ടെറി ഈഗിൾട്ടൺ വിശേഷിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ പ്രത്യയശാസ്ത്ര വിമർശത്തോട് ഒരു പ്രത്യേക തരം വിമുഖത ആളുകൾ സൂക്ഷിക്കുന്നത് എന്നതിന് ആഗോളമായി തന്നെ പലവിധം കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങൾ മുഴുവൻ വിശദീകരിക്കാൻ പോകുന്നില്ല, വിശദീകരിക്കാനുള്ള സമയവും നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് എന്തുകൊണ്ടാണ് പ്രത്യയശാസ്ത്ര വിമർശത്തോട് ആളുകൾ വിമുഖത കാണിക്കുന്നത്? അത് ലോകത്ത് സംഭവിക്കുന്ന ലോകക്രമത്തിൽ സംഭവിക്കുന്ന വലിയ തരം മാറ്റങ്ങളും അതിനകത്ത് പലപ്പോഴും ഒരു ആന്റി ഇന്റലക്ച്വൽ മൂവ്മെന്റ് എന്ന് പറയുന്ന സൈദ്ധാന്തികമായ ചോദ്യങ്ങളോട് വല്ലാത്തൊരു വിമുഖതയുള്ള ലോകമാണ് 1990-കൾ. പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന്റെയും പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണത്തിന്റെയും നവ ലിബറൽ നയങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പലപ്പോഴും പ്രത്യയശാസ്ത്ര വിമർശത്തോട് വല്ലാത്തൊരു വിമുഖത ലോകത്ത് രൂപപ്പെടുന്നത്. അത് തിരിച്ചുപിടിക്കലാണ് ഒരുപക്ഷെ മാർക്സിസ്റ്റ് വിമർശകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് അദ്ദേഹം അതിനകത്ത് വിശേഷിപ്പിക്കുന്നുണ്ട്. അതില് ഇതിവിടെ പരാമർശിക്കാൻ കാരണം, പൊതുവെ സോഷ്യൽ വർക്കിന്റെ ഏത് തരം ചർച്ചകൾ എടുത്തു കഴിഞ്ഞാലും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ എടുത്തു കഴിഞ്ഞാൽ, സാമൂഹ്യ പ്രവർത്തനത്തിനകത്ത് നിന്ന് പലപ്പോഴും ഇത്തരത്തിലൊരു സൈദ്ധാന്തിക വിമുഖത നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അല്ലെങ്കിൽ സൈദ്ധാന്തികമായ ചോദ്യങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു പ്രയോഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാന മേഖലയും തൊഴിൽ മേഖലയുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന സൈദ്ധാന്തിക ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല എന്ന തരത്തിലുള്ള ഒരു തരം വല്ലാത്തൊരു തരം പ്രതിരോധം, അത്തരം ചോദ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാനും അതിനെ അത്തരത്തിൽ പ്രതിരോധിക്കുവാനുമുള്ള ഒരു ശ്രമം സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് അതിന്റെ വിജ്ഞാന മേഖലയിൽ, ഞാൻ അതിന്റെ പ്രൊഫഷണലെ തൊഴിൽ മേഖല എന്ന നിലയ്ക്ക് കാര്യമായിട്ട് ഈ അവതരണത്തിൽ ചർച്ച ചെയ്യുന്നില്ല, മറിച്ച് അതൊരു വിജ്ഞാന മേഖല എന്ന നിലയ്ക്ക് എടുത്തു പരിശോധിക്കാനാണ് ഞാൻ അവതരണത്തിൽ ശ്രമിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ടെറി ഈഗിൾട്ടൺ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് പ്രത്യയശാസ്ത്രം. ഇവിടെ എന്താണ് പ്രത്യയശാസ്ത്രം എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കൂട്ടം ആശയങ്ങൾ, അതിന്റെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, സമീപനങ്ങൾ എന്നിവ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ജീവിതത്തെയും മനുഷ്യരുടെ ലോകത്തെക്കുറിച്ചുള്ള അതിനെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യരുടെ ലോകത്തെക്കുറിച്ചുള്ള ധാരണകൾ, തെറ്റിദ്ധാരണകൾ തുടങ്ങിയവ സ്വരൂപിക്കുന്ന ഒന്നിനെയാണ്, അല്ലെങ്കിൽ അതിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നിനെയാണ് പ്രത്യയശാസ്ത്രം എന്ന് മാർക്സ് നിർവചിക്കാൻ ശ്രമിച്ചത്. ടെറി ഈഗിൾട്ടൺ അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ തന്നെയാണ് പറയാൻ ശ്രമിച്ചത്. ഇത്തരത്തിൽ പലപ്പോഴും പ്രത്യയശാസ്ത്രങ്ങൾ സമൂഹത്തിൽ ആധിപത്യം വഹിക്കുന്ന വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ വർഗങ്ങളുടെ അധികാരത്തിനും ആധിപത്യത്തിനും നീതീകരണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നത് ഒരു മാർക്സിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാരമ്പര്യത്തിനകത്ത് ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ ടെറി ഈഗിൾട്ടൺ ബ്രിട്ടീഷ് സമൂഹ പഠിതാവായ ജോൺ ബി തോംസനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. അതിങ്ങനെയാണ്: പ്രത്യയശാസ്ത്രത്തെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള അർത്ഥങ്ങൾ അല്ലെങ്കിൽ അർത്ഥസൂചനകൾ എങ്ങനെയാണ് നിലനിൽക്കുന്ന ആധിപത്യ ബന്ധങ്ങളെ സാധൂകരിക്കുന്നത്. അത് സാധൂകരിക്കുക മാത്രമല്ല, അത് സ്ഥായിയായി നിൽക്കാൻ പ്രാപ്തമായ അല്ലെങ്കിൽ സ്ഥായിയായി നിൽക്കാൻ സഹായകമായ സാമൂഹിക സാഹചര്യങ്ങൾ കൂടി എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് ടെറി ഈഗിൾട്ടൺ പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം,
ഇപ്പൊ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് മാർക്സ് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 3 പ്രധാനപ്പെട്ട സവിശേഷതകളായി പൊതുവെ ചിന്തകർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒന്ന്, വിമർശം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അറിവിന്റെ അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ പല രൂപങ്ങളോടുമുള്ള വിമർശവും അതുപോലെ തന്നെ അതിന് അനുപൂരകമായി വികസിച്ചു വന്ന പ്രയോഗത്തോടുള്ള വിമർശവുമാണ് എന്ന് കാണാവുന്നതാണ്. ഇത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുന്നു. ഇതിനെ വികസിപ്പിക്കാൻ തുടർന്നുള്ള വിശകലനത്തിൽ ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്, മാർക്സിനെ സംബന്ധിച്ചിടത്തോളം വിമർശം എന്ന് പറയുന്നത് അത് പ്രായോഗികവും വിമോചനപരവുമാണ്. അതുകൊണ്ട് ഇത് സാമൂഹിക ജീവിതത്തെ മനസ്സിലാക്കാൻ മാത്രമല്ല, സാമൂഹിക ജീവിതത്തെ മാറ്റി തീർക്കാൻ കൂടി ഉള്ള ഒരു ഉപാധിയായിട്ടാണ് മാർക്സ് വിമർശത്തെ കണ്ടിട്ടുള്ളത്. ഇത് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന മിഷേൽ ഫൂക്കോ മുന്നോട്ട് വെക്കുന്ന വിമർശം എന്ന സങ്കല്പം. ഇപ്പോ ഫൂക്കോ എന്ന് പറയുന്ന ചിന്തകന്റെ ഒരു ഇന്റലക്ച്വൽ കരിയർ എടുത്തു കഴിഞ്ഞാൽ 1975 മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ, 1984 അദ്ദേഹം മരിക്കുന്നത്. 1975 മുതൽ 1984 വരെയുള്ള ഏതാണ്ട് ഒരു പതിറ്റാണ്ട്, ഒരു 10 വർഷക്കാലത്ത് ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രീതിശാസ്ത്രം, അതുവരെ പിന്തുടർന്ന രീതിശാസ്ത്രം, ആ രീതിശാസ്ത്രത്തെ പൊതുവെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ പുരാവസ്തു വിജ്ഞാനീയം എന്ന നിലക്കാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹം ജീനിയോളജിക്കലായ ഒരു നവീനമായ മെത്തേഡിലേക്ക് അല്ലെങ്കിൽ രീതിശാസ്ത്രത്തിലേക്ക് അദ്ദേഹം മാറുന്നത് കാണാൻ പറ്റും. ജീനിയോളജി എന്ന് പറയുന്നത് വംശാവലി ചരിതം എന്നൊക്കെയാണ് മലയാളത്തിൽ പൊതുവെ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിലേക്ക് മാറാൻ കഴിയും. ഇപ്പൊ ഞാൻ അതിന്റെ ചരിത്രങ്ങളിലേക്ക് പോകല്ല. പക്ഷെ ഇവിടെ അദ്ദേഹം ഈ സമയത്ത് 1975 84 ഇടയിൽ ഒരുപാട് ലെക്ചർ സീരീസുകൾ ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലായി നടത്തും. അതില് ഒരു ലെക്ചർ സീരീസിന് അദ്ദേഹം ആദ്യം പേരിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അതിനെ ആളുകൾ അത് ക്രോഡീകരിച്ച സമയത്ത് പേരിടുന്നത്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, വാട്ട് ഈസ് ക്രിട്ടിക് എന്നാണ്. എന്താണ് വിമർശം എന്ന് പറയുന്നത്. ഫൂക്കോയെ സംബന്ധിച്ചിടത്തോളം വിമർശം എന്ന് പറയുന്നത് എപ്പോഴും അറിവും അധികാരവും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശകലനങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹം അറിവെന്താണ് അല്ലെങ്കിൽ അധികാരം എന്താണ് എന്ന് നിർവചിക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് അറിവും അധികാരവും എങ്ങനെയാണ് ഒരു പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ സന്ദർഭത്തിൽ രൂപം കൊള്ളുന്നത് എന്ന വിശകലനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ അതില് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്, ജനങ്ങളുടെ ജീവിതത്തിൽ അന്തർലീനമായിരിക്കുന്ന അധികാരത്തിന്റെ തിരിച്ചറിയപ്പെടാത്ത രൂപങ്ങളെ തിരിച്ചറിയുകയും അതിനെ വെളിപ്പെടുത്തുകയുമാണ് വിമർശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വിവിധ തരം ചിന്തകളും അത് എങ്ങനെയാണ് മനുഷ്യന്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇപ്പൊ 2001 ഇന്ന് ജീവിച്ചിരിക്കുന്ന ഫെമിനിസ്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള ജൂഡിത്ത് ബട്ട്ലർ വാട്ട് ഈസ് ക്രിട്ടിക് എൻ എസ്സേ ഓൺ ഫൂക്കോസ് വെർച്യൂ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതുന്നുണ്ട്. ആ ലേഖനത്തിൽ അവരിങ്ങനെയാണ് പറയുന്നത്, ഫൂക്കോയെ സംബന്ധിച്ച് വിമർശം എന്നത് നിശ്ചയമായും ഒരു പ്രയോഗമാണ്. അത് വിധി പ്രസ്താവങ്ങളെ റദ്ദു ചെയ്യുന്നു. ഇത്തരം റദ്ദ് ചെയ്യലിലൂടെ മൂല്യങ്ങളുടെ പുതിയൊരു പ്രയോഗത്തെയാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ പ്രവർത്തനകത്ത് എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാദം, ഇത് പ്രയോഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിജ്ഞാന മേഖലയാണ്. അതുകൊണ്ട് സൈദ്ധാന്തികമായ ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും ഈ വിജ്ഞാന മേഖല മറ്റു വിജ്ഞാന മേഖലകൾ അഭിസംബോധന ചെയ്യുന്നത് പോലെ അഭിസംബോധന ചെയ്യണമെന്നില്ല തുടങ്ങിയ വാദങ്ങൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയാണ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ജൂഡിത്ത് ബട്ട്ലറിന്റെ ഈ നിരീക്ഷണം
ഫൂക്കോയെ സംബന്ധിച്ചുള്ള, ഫൂക്കോയുടെ വിമർശത്തെ സംബന്ധിച്ചുള്ള ഈ നിരീക്ഷണം വളരെ പ്രസക്തമാകുന്നത്. അവിടെ അവർ പറയുന്നത് ഫൂക്കോയെ സംബന്ധിച്ച് വിമർശം എന്നത് നിശ്ചയമായും ഒരു പ്രയോഗമാണ്. അത് വിധി പ്രസ്താവങ്ങളെ റദ്ദ് ചെയ്യുന്നു. വിധി പ്രസ്താവങ്ങളെ റദ്ദ് ചെയ്യുന്നതിലൂടെ അത് നവീനമായ മൂല്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. ഈ രീതിയിൽ ഫൂക്കോയെയും മാർസിനെയും പരസ്പരം, പൊതുവെ ആളുകൾ പറയാ ഫൂക്കോയും മാർസും രണ്ട് ചിന്താ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണ്, അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും അവരുടെ ഏതെങ്കിലും ആശയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധ്യമല്ല എന്ന വാദങ്ങളൊക്കെ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫൂക്കോ എന്ന് പറയുന്ന ഒരാളുടെ മൊത്തം അദ്ദേഹം പിന്തുടർന്ന സൈദ്ധാന്തികമായ ഒരു കാഴ്ചപ്പാടിനെ പിൻപറ്റുന്ന ആളൊന്നുമല്ല. പ്രത്യേകിച്ച് ഫൂക്കോയ്ക്കെതിരായി വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് എഡ്വേർഡ് സെയ്ദിനെ പോലെയുള്ള ആളുകൾ ഫൂക്കോയ്ക്കെതിരായി ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തിൽ ഒരു സ്ഥലത്ത് പോലും ഫ്രഞ്ച് കൊളോണിയലിസത്തെ കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇമ്പീരിയലിസത്തെ കുറിച്ച് ഫൂക്കോ ഒരു വാക്കുപോലും എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു വരി പോലും എഴുതിയിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങളൊക്കെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവരുടെ ഒരു മൊത്തത്തിൽ അവരുടെ സൈദ്ധാന്തിക കാഴ്ചപ്പാടിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് പിന്തുടരുകയല്ല ചെയ്യുന്നത്, മറിച്ച് മാർസും ഫൂക്കോയും മുന്നോട്ട് വെച്ച വിമർശത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളിലൂടെ എങ്ങനെയാണ് സോഷ്യൽ വർക്കിന്റെ ചില അടിസ്ഥാന പ്രമാണങ്ങളെ പരിശോധിക്കുക എന്നുള്ളതാണ്. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക്, സാമൂഹ്യ പ്രവർത്തനത്തെ സംബന്ധിച്ച് ലോകത്ത് രൂപപ്പെട്ടിട്ടുള്ള, സമീപകാലത്ത് രൂപപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സാമൂഹിക പ്രവർത്തനത്തിന്റെ ഒരു നിർവചനം, ആ നിർവചനം നിങ്ങളൊന്ന് നോക്കൂ. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കിന്റെ ജനറൽ മീറ്റിംഗും ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കിന്റെ ജനറൽ അസംബ്ലിയും സംയുക്തമായി ചേർന്ന് 2014 ജൂലൈയിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ വെച്ച് നടന്ന യോഗത്തിൽ അംഗീകരിച്ച നിർവചനമാണിത്. ഈ നിർവചനത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ് ആ സവിശേഷതകൾ, എന്താണ് ഇതിന്റെ ചില പ്രശ്നങ്ങൾ എന്ന വിശകലനത്തിലേക്കാണ് ഞാൻ വരാൻ ശ്രമിക്കുന്നത്. അപ്പോ ആ നിർവചനത്തിന് മലയാളത്തിലേക്ക് മൊഴിമാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇങ്ങനെ വായിക്കാം. ഞാൻ ആ നിർവചനം കോട്ട് ചെയ്യാണ്. സാമൂഹിക പ്രവർത്തനം എന്നത് ഒരേ സമയം പ്രയോഗത്തിൽ അധിഷ്ഠിതമായ തൊഴിൽ മേഖലയും, ഞാൻ പ്രൊഫഷൻ എന്നതിനെ തൊഴിൽ മേഖല എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അതുപോലെ തന്നെ അക്കാദമിക് വിജ്ഞാന മേഖലയുമാണ്, അക്കാഡമിക് ഡിസിപ്ലിൻ. അത് സാമൂഹ്യ മാറ്റം, സോഷ്യൽ ചേഞ്ച്, വികസനം, ഡെവലപ്മെന്റ്, സാമൂഹികമായ യോജിപ്പ്, സോഷ്യൽ കൊഹേഷൻ, ജനങ്ങളുടെ ശാക്തീകരണം, എംപവർമെന്റ് ഓഫ് ദ പീപ്പിൾ, വിമോചനം എന്ന വാക്ക് ശരിയായ പ്രയോഗമല്ല, കാരണം നിർവചനത്തിൽ ഉപയോഗിക്കുന്നത് ലിബറേഷൻ എന്ന വാക്കാണ്. ലിബറേഷന് ഞാൻ കുറെ കൂടെ നല്ല വാക്ക് വിടുതി എന്നൊക്കെ ആയിരിക്കും. ലിബറേഷൻ, വിമോചനം എന്ന് പറയുന്നത് കുറെ കൂടെ ഇമാൻസിപ്പേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത്തരത്തിൽ വിമോചനം, തൽക്കാലം ഞാൻ സൗകര്യത്തിന് വേണ്ടി വിമോചനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. സാമൂഹ്യനീതി, മനുഷ്യാവകാശങ്ങൾ, കൂട്ടുത്തരവാദിത്വം, വൈവിധ്യങ്ങളോടുള്ള ആദരവ് എന്നിവയിൽ അധിഷ്ഠിതമായ തത്വങ്ങളാണ് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രബിന്ദു. സാമൂഹിക പ്രവർത്തനത്തിന്റെ സിദ്ധാന്തങ്ങൾ, സാമൂഹിക ശാസ്ത്രങ്ങൾ, മാനവിക വിഷയങ്ങൾ, തദ്ദേശീയമായ അറിവുകൾ എന്നിവ അതിൻ്റെ ആധാരശിലകളാണ്. ഈ അടിസ്ഥാന ശിലകളിൽ ഊന്നി നിന്നുകൊണ്ടാണ് സാമൂഹിക പ്രവർത്തനം ജനങ്ങളോടും ഘടനയോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഘടന എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഘടനയോടും ഇടപെട്ടുകൊണ്ട് ജീവിതം ഉയർത്തുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുകയും അവരുടെ ക്ഷേമത്തെ അല്ലെങ്കിൽ സൗഖ്യത്തെ, വെൽബീയിങ് എന്നാണ് നിർവചനം പറയുന്നത്, ക്ഷേമത്തെ അല്ലെങ്കിൽ സൗഖ്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2014 നിർവചനമാണ്. ഞാൻ ഈ നിർവചനത്തെ ഒന്ന് വിശകലനം ചെയ്യാം എന്ന് വിചാരിക്കും. നേരത്തെ പറഞ്ഞ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടുകളെ, വിമർശത്തെക്കുറിച്ച് നേരത്തെ ഞാൻ
അവതരിപ്പിച്ച സൈദ്ധാന്തികമായ കാഴ്ചപ്പാടുകളെ മുൻനിർത്തി ഈ നിർവചനത്തെ ഒന്ന് അപനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഡെറീദിയൻ സെൻസിലുള്ള അപനിർമ്മാണമല്ല, ഞാൻ അതിനെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രം. ഇപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ സാമൂഹിക മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത്. സോഷ്യൽ വർക്കിനകത്ത് നിങ്ങൾ നോക്കൂ, സാമൂഹികം എന്ന വാക്കുണ്ട്. സോഷ്യൽ ചേഞ്ച് എടുത്തു നോക്കൂ, സോഷ്യൽ ചേഞ്ചിനകത്തും സോഷ്യൽ എന്ന വാക്കുണ്ട്, അല്ലെങ്കിൽ സാമൂഹികം എന്ന വാക്കുണ്ട്. സോഷ്യൽ കൊഹേഷൻ, സാമൂഹികമായ യോജിപ്പ് അല്ലെങ്കിൽ ഐക്യം എന്നൊക്കെ പറയാം, അതിനകത്തും സോഷ്യൽ എന്ന വാക്കുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഭാഗമായല്ല, കുറെ നാളായി തുടരുന്ന ഒരു അന്വേഷണമാണിത്. എന്താണ് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മണ്ഡലത്തിൽ ഈ സോഷ്യൽ എന്നതിനെ അല്ലെങ്കിൽ സാമൂഹികം എന്നതിനെ നിർവചിക്കും? ഞാൻ പരിശോധിച്ച ഒട്ടുമിക്ക പുസ്തകങ്ങളിലും എന്താണ് സോഷ്യൽ എന്ന വാക്കിൽ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ യാതൊരു തരം ധാരണയും തരുന്നില്ല. വളരെ വേഗമായിട്ട് അത് പറയുന്ന ഒരു കാര്യം ഇതാണ്: സമൂഹത്തെ സംബന്ധിക്കുന്നതെല്ലാം സാമൂഹികമാണ്. ഇതിനപ്പുറത്തേക്ക് എന്താണ് സാമൂഹികം എന്ന വിശകലനം ഇതിനകത്ത് വേണ്ടത്ര. ഇപ്പൊ ഞാൻ പറയുന്നത്, സാമൂഹിക പ്രവർത്തനം എന്ന വിജ്ഞാന മേഖല സാമൂഹികം എന്ന സങ്കല്പനത്തെ വിശദീകരിക്കാൻ മാത്രം സൈദ്ധാന്തിക ശേഷിയുള്ള ഒരു വിജ്ഞാന മേഖലയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ സാമൂഹിക പ്രവർത്തനം എന്ന വിജ്ഞാന മേഖലയ്ക്ക് മറ്റ് വിജ്ഞാന മേഖലകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാമൂഹികവുമായി ബന്ധപ്പെട്ട അറിവുകളെ ഇതിനകത്തേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനത്തിൽ കാര്യമായി നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ അത്ര എളുപ്പത്തിൽ, സോഷ്യൽ എന്ന് പറയുന്നത് സാധാരണ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ സന്ദർഭത്തിലോ സമൂഹ പഠനത്തിന്റെ സന്ദർഭത്തിലോ സോഷ്യൽ അഥവാ സാമൂഹികം എന്ന പരികൽപ്പന അത്ര എളുപ്പത്തിൽ വിശദീകരിക്കാൻ സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് പൊതുവെ ചിന്തകരും സമൂഹ പഠിതാക്കളും ഒക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ അതിന് ഏറ്റവും സമീപകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു പുസ്തകം ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഗോപാൽ ഗുരുവും സുന്ദർ സരുക്കായും കൂടി ചേർന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, കാസ്റ്റ് ആൻഡ് എവറിഡേ സോഷ്യൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് 2019 പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് അതിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ കൺസെപ്ച്വലൈസിങ് സോഷ്യൽ എന്ന് പറയുന്നത് നിർബന്ധമായും സോഷ്യൽ വർക്കിനകത്ത് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ റെഫറൻസിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് നിർബന്ധമായും വായിപ്പിക്കുകയോ ചെയ്യേണ്ട ഒരു അധ്യായമോ ഒരു ലേഖനമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. അവര് ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എന്താണ് സോഷ്യൽ? ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിനകത്ത് എന്താണ് സാമൂഹികം എന്നുള്ള നിർവചനത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് മേഖലകളിൽ ഇത് എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നോക്കിയ സമയത്ത് അവർ പറയുന്നത് there is no universal social. ലോകത്താകമാനം ബാധകമായിട്ടുള്ളൊരു സാമൂഹികം എന്ന് പറഞ്ഞ സങ്കല്പമില്ല. ആഗോളമായി ബാധകമായ സാമൂഹികം എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല. നേരെ മറിച്ച് പലതരം സാമൂഹികങ്ങളാണുള്ളത്. ഈ പലതരം സാമൂഹികൾ എന്ന് പറയുന്നത് സാമൂഹികതയുടെ അല്ലെങ്കിൽ സാമൂഹികം എന്ന് നാം വിശേഷിപ്പിക്കുന്നതിൻ്റെ ഒരു ബഹുത്വവും അത് ഈ ബഹുത്വത്തിൽ അധിഷ്ഠിതമായ അനുഭവങ്ങളിലൂടെ നിർവചിക്കപ്പെടുന്ന ഒന്നിനെയാണ് സാമൂഹികം എന്ന് അവർ നിർവചിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് പലരും ചർച്ച ചെയ്തിട്ടുണ്ട് പല വിധത്തിൽ. അപ്പോൾ എന്താണ് ഈ സാമൂഹികവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ? എന്താണ് ഈ അനുഭവങ്ങളിലൂടെയാണ് നാം ലോകത്തെ കാണുന്നത്. ഈ അനുഭവങ്ങളിൽ അതിൽ എങ്ങനെയാണ് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നാം പ്രവർത്തിക്കണം, ലോകത്ത് പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇത്തരം അനുഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവര് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു സങ്കല്പം എന്ന് പറയുന്നത് എവരിഡേ സോഷ്യൽ അഥവാ ദിനേനയുള്ള സാമൂഹികം അഥവാ ദൈനംദിന സാമൂഹികം എന്നാണ്. അപ്പൊ അവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഞാൻ പറയുന്നത് ഇത് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മാറേണ്ടതാണ്. സാമൂഹികം എന്ന് പറയുന്നത്
വ്യക്തികൾ രൂപീകരിക്കുന്ന അനുഭവങ്ങൾക്കപ്പുറത്താണോ? അവിടെയാണ് വ്യക്തിയും കൂട്ടവും എന്നുള്ള സങ്കല്പം വരുന്നത്. ഇൻഡിവിജ്വൽ ആൻഡ് കലക്റ്റീവ് എന്ന് പറയുന്ന രണ്ട് പരികൽപ്പനകൾ ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായി വരുന്നത്. അപ്പോൾ ഈ സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ ഈ സാമൂഹികത്തിനകത്ത് നാം എങ്ങനെയാണ് വ്യക്തികളെ പ്രതിഷ്ഠിക്കേണ്ടത്? ഇപ്പൊ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പം എവരിഡേ സോഷ്യൽ അഥവാ ദൈനംദിനമായിട്ടുള്ള സാമൂഹികം എന്ന് പറയുന്നത്, ദിവസേനയുള്ള സാമൂഹികം എന്നത് സാമൂഹികത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ അനുഭവങ്ങൾ രൂപപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ നിന്ന് ഘടനാപരമായ സാമൂഹികവുമായി ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യന്റെ എല്ലാത്തരം ഇടപാടുകളും അനുഭവ മേഖലയും രൂപപ്പെടുന്ന എന്ന് അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ വിശദീകരണ ആവശ്യപ്പെടുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് അല്ലെങ്കിൽ വിശദീകരണം. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് നമ്മളുടെ ദൈനംദിനമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്? സാമൂഹികമായി ബന്ധപ്പെട്ട നമ്മുടെ ദൈനംദിനമായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ വീടിനകത്ത് ഉള്ള അനുഭവങ്ങൾ, വീട്ടിലേക്ക് പുറത്തിറങ്ങുന്നു, മറ്റു മനുഷ്യരുമായി, ഞാൻ കോവിഡിന്റെ കാലത്തല്ല പറയുന്നത്, സ്വയം കോവിഡിന്റെ കാലത്ത് നമ്മളെല്ലാം വീടുകളിൽ അടയ്ക്കപ്പെട്ട മനുഷ്യരാണ്. മറ്റു മനുഷ്യരുമായി ബന്ധപ്പെടുന്നു. നിങ്ങൾ ചായ കുടിക്കാൻ ഒരു ചായപ്പീടികയിൽ കയറുന്നു, അവിടെ നടത്തുന്ന ഇന്ററാക്ഷൻസ്, നിങ്ങൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഒരു പച്ചക്കറി പീടികയിൽ കയറുന്ന സമയത്ത് നടത്തുന്ന ഇന്ററാക്ഷൻസ്, നിങ്ങളൊരു ബസ്സിൽ കയറുന്നു, നിങ്ങളൊരു ട്രെയിനിൽ കയറുന്നു. ഇങ്ങനെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ മറ്റു മനുഷ്യരുമായി നടക്കുന്ന എല്ലാതരം സമ്പർക്കങ്ങളിലൂടെയും രൂപപ്പെടുന്ന ഒന്നിനെയാണ് ദൈനംദിന സാമൂഹികം എന്ന് അവർ വിശേഷിപ്പിക്കുന്നത്. ഇതിനെ അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഈ ദിനേനയുള്ള സാമൂഹികം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിങ്ങൾക്ക് തരുന്നത് പ്രാഥമികമായ അനുഭവങ്ങളാണ്. ഈ പ്രാഥമികമായ അനുഭവങ്ങളിൽ നിന്നാണ് മനുഷ്യർ ഘടനയുമായി ബന്ധപ്പെട്ട, അതിൻ്റെ പലതരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിലേക്ക് നീങ്ങുകയും അങ്ങനെ സാമൂഹികം രൂപപ്പെടുകയും ചെയ്യുന്നു എന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോ ഇന്ത്യക്കൊരു സോഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ഒരു സോഷ്യൽ ഇല്ല എന്നുള്ളതാണ്. മൾട്ടിറ്റ്യൂഡ് ഓഫ് സോഷ്യൽ എന്നാണ് ഗോപാൽ ഗുരു സുന്ദർ ചരിത്രങ്ങൾ വിശേഷിപ്പിക്കുന്നത്. മൾട്ടിറ്റ്യൂഡ് ഓഫ് സോഷ്യൽ എന്ന് പറയുന്നത് സാമൂഹികത്തിന്റെ ഒരു ബഹുസ്വരമായ അവസ്ഥ, ഒരു വൈവിധ്യപൂർണമായ അവസ്ഥ. ഇതിൽ പലതരം അധികാര ബന്ധങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഈ ഭാഗത്തു നിന്ന് നീങ്ങാൻ എന്ന് വിചാരിക്കും. ഇപ്പോ ഗോപാൽ ഗുരു തന്നെ എഡിറ്റ് സമാഹരിച്ചിട്ടുള്ള ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഹ്യൂമിലിയേഷൻ ക്ലെയിംസ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് ആദ്യത്തെ അധ്യായം എഴുതിയിട്ടുള്ളത് ബിക്കു പരേഖ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്തകനാണ്. അദ്ദേഹം ലോജിക് ഓഫ് ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്ന ഈ അധ്യായത്തിനകത്ത് കുറെ അധികം ഫീച്ചേഴ്സ്, അതായത് ഹ്യൂമിലിയേഷൻ അഥവാ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ വാസ്തവത്തിൽ ഹ്യൂമിലിയേഷൻ, അപമാനം, അവമാനം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുക. പക്ഷെ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊള്ളുന്ന തരത്തിൽ അനുയോജ്യമായിട്ടുള്ള ഒരു മൊഴിമാറ്റം വാസ്തവത്തിൽ മലയാളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ ഈ അപമാനം എന്ന് പറയുന്നതിന് ചില ഉദാഹരണങ്ങൾ അദ്ദേഹം എടുക്കുന്നു. അതിൽ ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. ചിലത് ഞാൻ ഇംഗ്ലീഷിലും ചിലത് ഞാൻ മലയാളീകരിക്കാൻ ശ്രമിക്കും. ഒരു ആതിഥേയ അവർക്കൊരു ആതിഥേയർ വരുന്നു, ഒരു ഗസ്റ്റ് വരുന്നു, അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ അതിഥികളുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഭക്ഷണം കഴിച്ചിട്ട് അതിഥികൾ പറയുന്നു ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ഈ അതിഥികളെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താവ് അവരോട് പറയാണ്, നിന്നെ അല്ല പ്രശംസിക്കേണ്ടത്, മറിച്ച് ഈ ഭക്ഷണം ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണോ വാങ്ങിയത് അവരെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നത് ഒരു ഹ്യൂമിലിയേഷന്റെ ഒരു ഫീച്ചറായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇത്
ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭക്ഷണം ആരാണോ കുക്ക് ചെയ്ത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം പറയുന്നത് അത് ഞാൻ വായിക്കാം. ഇങ്ങനെയാണ്: എ വൈറ്റ് ഫെമിനിസ്റ്റ് ഇൻ ഫ്രാൻസ് rushed up to a fully veiled Muslim woman and tore off her veil, shouting curses at the institution of patriarchy. She asked her to rebel against it and stop behaving like a precious doll. ഇത് ആ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായ ഒരു സംഭവം ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഏതാണ്ട് അദ്ദേഹം 11ഓളം ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല, ചില കാര്യങ്ങൾ മാത്രം പറയും. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മഹാത്മാഗാന്ധി ഹാഡ് എ വാലിഡ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ടു ട്രാവൽ ഫ്രം പീറ്റർ മാട്രിസ്ബർഗ് ടു ജോനാസ്ബർഗ്. Since the rules barred blacks and Asians from traveling first class, the ticket inspector asked him to get out of the carriage. When he refused, the inspector insulted and shouted at him and threw him and his luggage out of the carriage at the next station. Feeling bitter and demeaned, he spent the rest of the night shivering in a dark waiting room on the platform. ഇത് ഹ്യൂമിലിയേഷന്റെ മറ്റൊരു എക്സാമ്പിളായി പറയും. ഈ സാന്ദർഭികമായി പറയട്ടെ, ആ കാലത്തെ എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും പ്രത്യേകിച്ച് വരേണ്യ വിഭാഗത്തിൽ നിന്ന്, സവർണ വിഭാഗത്തിൽ നിന്ന് അതിന്റെ പ്രിവിലേജുകളോടുകൂടി വന്നിട്ടുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും ഹ്യൂമിലിയേഷൻ അനുഭവിച്ചത് ഇന്ത്യയിലല്ല, മറിച്ച് ഇന്ത്യക്ക് പുറത്താണ്. നേരെ മറിച്ച് നിങ്ങൾ അംബേദ്കറിന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അംബേദ്കർ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒരേപോലെ അപമാനം അനുഭവിച്ച ആളാണ് എന്ന് കാണാം. ഇതാണ് ഇത് തമ്മിലുള്ള ഈ സാമൂഹികം എന്ന് പറയുന്നതിന്റെ രണ്ട് വ്യത്യാസങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. അതിലൊന്ന് ഇങ്ങനെയാണ്: ഫോർ സെഞ്ചുറീസ് the untouchables in India were confined to segregated areas and prevented from coming into physical contact with upper caste Hindus. Even an accidental contact with them was considered polluting and required a ritual bath. In parts of South India, they were required to make loud noises when passing through upper caste areas, so that the upper caste residents could quickly retreat into their houses and avoid even their shadows. Untouchable women were not allowed to wear certain kinds of dress or even cover their breasts, this being an exclusively high caste privilege. ഇത് ഹ്യൂമിലിയേഷന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ്. ഒറ്റ കാര്യം കൂടെ പറയാം. In the 1930s, the Nazis compelled the Jews of Vienna to get on their knees and scrub the streets. In concentration camp, they stripped, abused, and mocked the Jews, made them conform to every passing whim of the sadistic guards, and subjected them to all manner of indignity before sending them to the gas chambers. ഇങ്ങനെ പോകുന്നു പലതരത്തിലുള്ള ഹ്യൂമിലിയേഷന്റെ ഉദാഹരണം. ഞാൻ പറയുന്നത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്, ഞാൻ ആദ്യം തുടങ്ങിയ ബിക്കു പരേഖ് വിശേഷിപ്പിച്ച ഭക്ഷണം പാകം ചെയ്ത സ്ത്രീയുടെ അനുഭവത്തിൽ നിന്ന് അവസാനത്തെ ഉദാഹരണത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യക്തിപരമായ ഹ്യൂമിലിയേഷന്റെ ഒരു അനുഭവ തലത്തിൽ നിന്ന് വളരെ സംഘടിതമായ ഒരു അനുഭവത്തിന്റെ, വളരെ കലക്റ്റീവായ ഒരു ഹ്യൂമിലിയേഷന്റെ, അപമാനത്തിന്റെ അനുഭവത്തിലേക്ക് നീങ്ങുന്നത് കാണാം. ഇത് രണ്ടും രണ്ട് തരം സാമൂഹികതയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സാമൂഹികം എന്ന വാക്കിനകത്തേക്ക് കൊണ്ടുവരാവുന്ന അനുഭവം. ഞാൻ പറയുന്നത് സാമൂഹിക പ്രവർത്തനത്തിൽ എവിടെയും നമ്മൾ സമൂഹവുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇത്തരം സങ്കീർണതകളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ആർഗ്യുമെന്റ് ഇതാണ്: സോഷ്യൽ എന്ന് പറയുന്നതിന്, ഇപ്പൊ സാമൂഹികം എന്ന് പറയുന്നതിന് ലോകത്തിന്റെ പലതരം വിജ്ഞാന മേഖലകൾക്കകത്ത്
പലതരത്തിൽ പുനർനിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കേരളീയ സന്ദർഭത്തിൽ കാണാം, ലോകത്തിന്റെ സന്ദർഭത്തിൽ കാണാം, ഇന്ത്യയുടെ സന്ദർഭത്തിൽ കാണാം. അത് അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു സിംഗുലർ ആയിട്ടുള്ള സോഷ്യൽ അല്ല ഉള്ളത് എന്ന് മൾട്ടിറ്റ്യൂഡ് ഓഫ് സോഷ്യൽ ആണ്, പലതരം സോഷ്യൽ. ഇപ്പോൾ നിങ്ങളൊരു ലോവർ കാസ്റ്റിലുള്ള ഒരാളും മറ്റൊരാൾ അപ്പർ കാസ്റ്റിലുള്ള ഒരാളുമാണെങ്കിൽ രണ്ട് തരം സോഷ്യൽ അല്ലെങ്കിൽ രണ്ട് തരം സാമൂഹികമാണ് ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയും അതിൻ്റെ സങ്കീർണതകളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വഴിപാട് കഴിക്കലായി മാറും എന്നാണ്. അങ്ങനെ പലപ്പോഴും മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സോഷ്യൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ വിജ്ഞാന മേഖലയിൽ നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മറ്റ് വിജ്ഞാന മേഖലകളിൽ എങ്ങനെയാണ് അത് നിർവചിക്കപ്പെടുന്നത്, വിശദീകരിക്കപ്പെടുന്നത്, വിശകലനം ചെയ്യപ്പെടുന്നത്, അനാവരണം ചെയ്യപ്പെടുന്നത്, അതിൻ്റെ ഉൾക്കാഴ്ചകളെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ നാം തീർച്ചയായും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട്, ഞാൻ ഈ നിർവചനത്തിൽ ഉപയോഗിച്ച രണ്ടാമത്തെ ഒരു പ്രയോഗമാണ് സോഷ്യൽ കൊഹഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ ചേഞ്ചും ഒരു ഭാഗത്ത് പറയുന്നു, സോഷ്യൽ കൊഹഷനും ഒരു ഭാഗത്ത് പറയുന്നു. നോക്കൂ, നിങ്ങൾ സാമൂഹ്യ മാറ്റത്തിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ സാമൂഹികത്തെ നിങ്ങൾ വിശകലനം ചെയ്യാൻ ശ്രമിച്ചാൽ സാമൂഹ്യ മാറ്റം എല്ലായ്പ്പോഴും പലതരം സംഘർഷങ്ങളിലൂടെ മാത്രം സാധ്യമാവുന്ന ഒരു കാര്യമാണ്. ഈ സംഘർഷങ്ങളിലൂടെ മാത്രം സാധ്യമാകുന്ന സാമൂഹിക മാറ്റത്തെ എങ്ങനെയാണ് നിങ്ങൾ സാമൂഹിക ഐക്യം എന്ന നിലയ്ക്ക് ഒരു സമൂഹത്തെ ആകെ തന്നെ ഇങ്ങനെ ഒരുമിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നത്? ഇതാണ് ഞാൻ പറയുന്നത്. വാക്കുകൾ ഇങ്ങനെ വലിയ ആഴമുള്ള ചിന്തകളില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ അക്കാദമികമായ ആഴം മനസ്സിലാക്കാതെ കേവലമായി കൂട്ടിച്ചേർക്കുമ്പോൾ സംഭവിക്കുന്ന അപകടമാണ്. ഇത് സോഷ്യൽ വർക്കിൽ വളരെ വ്യാപകമായി സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ സോഷ്യൽ ചേഞ്ചും സോഷ്യൽ കൊഹഷനും വാസ്തവത്തിൽ പരസ്പര വിരുദ്ധമായി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ച് ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് സാമൂഹ്യ പ്രവർത്തകർ. ഞാൻ പറയുന്നത് ഗാർഹിക പീഡനം. ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഒരു പൊതുവായ അനുഭവമായി, ഒരു സാമൂഹികം എന്ന നിലയിലേക്ക് അത് ഒട്ടേറെ പേരുടെ അനുഭവങ്ങളായി ഒരു കലക്റ്റീവ് അനുഭവം അല്ലെങ്കിൽ ഒരു കലക്റ്റീവ് എക്സ്പീരിയൻസ്, ഒരു കൂട്ടായ അനുഭവമായി മാറുന്ന സമയത്താണ് അതൊരു പ്രധാനപ്പെട്ട സോഷ്യൽ ഇഷ്യൂ ആയി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പൊ ഇതിനെ പലപ്പോഴും വ്യക്തിപരമായി പല രൂപത്തിൽ അഭിസംബോധന ചെയ്യാൻ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു. ആനുഷികമായി ഞാൻ സൂചിപ്പിച്ചോട്ടെ, കേരളത്തിൽ എത്ര ഫെമിനിസ്റ്റ് കൗൺസിലേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫെമിനിസ്റ്റ് കൗൺസിലേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ അവ്യക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് വരാം. ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുക? അപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന വിഷയത്തെ, ഇത് സാമൂഹ്യ പ്രവർത്തനം പഠിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം തരുന്ന ഉത്തരം, ഞാനതിൻ്റെ അനുഭവത്തിൽ നിന്നുകൂടിയാണ് പറയുന്നത്, അവരാദ്യം തരുന്ന ഉത്തരം അവെയർനെസ് എന്നാണ്. അപ്പൊ അവെയർനെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവബോധം രൂപീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുമെന്നുള്ള തെറ്റിദ്ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ പ്രാധാന്യമൊന്നും ഞാൻ ചോർത്തി കളയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ സാമൂഹികത്തിൽ നിലനിൽക്കുന്ന വിവാഹം എന്ന സ്ഥാപനത്തെയും കുടുംബം എന്ന സ്ഥാപനത്തെയും അഴിച്ചു പണിയാതെ, അടിമുടി റീസ്ട്രക്ചർ ചെയ്യാതെ, ചിലതൊക്കെ ചിലപ്പോൾ തകർത്ത് കളയേണ്ടി വരും, ഇങ്ങനെ ചെയ്യാതെ ആത്യന്തികമായി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് ഈ മേഖലയെക്കുറിച്ച് പഠിക്കുന്ന, വളരെ ആഴത്തിൽ പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. എന്നാൽ സാമൂഹ്യ പ്രവർത്തനം ആ മേഖലയിലേക്ക് പോകുന്നില്ല. കാരണം അത് സ്ട്രക്ചറൽ ക്വസ്റ്റ്യൻസ് ആണ്, അത് വളരെ ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അത് അത്തരത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ട കാര്യമല്ല എന്നുള്ള നിലയ്ക്കാണ് സാമൂഹ്യ പ്രവർത്തനം പലപ്പോഴും അതിനെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. ഇത്തരത്തിൽ സാമൂഹികമായി നിൽക്കുന്ന അധികാര ബന്ധങ്ങളെയും അധികാര ബന്ധങ്ങൾ നിർണയിക്കുന്ന പലതരം സാമൂഹിക അനുഭവങ്ങളെയും
വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെയാണ് അതിനകത്ത് അതിന്റെ പ്രയോഗത്തിൽ ഇടപെടേണ്ടത് എന്നത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പലപ്പോഴും ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. രണ്ടാമത്, ഇപ്പോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നതും സോഷ്യൽ കൊഹഷൻ എന്ന് പറയുന്നതും ഇങ്ങനെ കേവലമായി കൂട്ടിവെച്ചത് കൊണ്ട് ഇത് പ്രത്യേകിച്ച് ഒരു തരം അർത്ഥവും ഉൽപ്പാദിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് അത് സൂചിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ആ വിജ്ഞാന മേഖലയുടെ ചിലതരം ദൗർബല്യങ്ങളാണ് അത് കാണിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് ഞാൻ വരാം. മാലിഷ്, എത്ര സമയം കൂടെ ബാക്കിയുണ്ട്? ഹലോ, നമുക്ക് ഇരിക്കുവാണെങ്കിൽ അടുത്തൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അത് കൺസോൾട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനിലേക്ക് പോയിട്ട് നമുക്കൊരു ചെറിയ ചർച്ചയ്ക്കും കൂടിയുള്ള സാധ്യത ഉണ്ടാവും. 10 മിനിറ്റിനുള്ളിൽ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തോ? ഓക്കെ. ഇത്രയാണ് ഞാൻ ഈ ഭാഗത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ഒരു വളരെ ചുരുക്കി പെട്ടെന്ന് പറയാം. അപ്പൊ അറിവും അധികാരവും തമ്മിലുള്ള ബന്ധം എന്താണ്? പിന്നെ ഞാൻ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ പാഠ്യപദ്ധതിയും അതിന്റെ വിഷയ പദ്ധതിയും ഒക്കെ നോക്കി. തീർച്ചയായും വളരെ ശ്ലാഘനീയമായ കാര്യമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ ഏപ്രിൽ 2019 അത് പരിഷ്കരിച്ചു. സിലബസ് ആണ് ഞാൻ നോക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെയും ഇന്ത്യയിലെയും മറ്റ് പല യൂണിവേഴ്സിറ്റികളുടെ പാഠ്യപദ്ധതിയും വിഷയ പദ്ധതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മികച്ച സിലബസ് ആണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ ഞാൻ ഈ ഒറ്റ വിഷയം മാത്രമാണ് അതിനകത്ത് എടുക്കുന്നത്. അതിനകത്ത് ഡെവലപ്മെന്റ് ഹിസ്റ്ററി ഡിസ്കോഴ്സസ് ആൻഡ് തിയറി എന്ന് പറയുന്ന ഒരു പേപ്പർ, അത് കോൺസെൻട്രേഷൻ PSWM 1205A, പേജ് നമ്പർ 62 മുതൽ 66 വരെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേപ്പർ കാണാൻ കഴിയും. സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാം. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അതിനകത്ത് പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ചർച്ച ചെയ്യുന്നത്, മീൻസ് അതിനകത്ത് സിലബസിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്നിട്ട് ഈ പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റ് മറ്റ് പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഈ വിഷയ പദ്ധതിക്കകത്ത് കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഞാനൊന്ന് പരിശോധിച്ച സമയത്ത് അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ, ഇപ്പൊ ഗാന്ധിയൻ വികസന സങ്കല്പങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്, ഫെമിനിസ്റ്റ് വികസന സങ്കല്പങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്, പോസ്റ്റ് മോഡേൺ വികസന സങ്കല്പങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ പോസ്റ്റ് ഡെവലപ്മെന്റ്, എസ്കോബാറിന്റെ പോസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വികസന സങ്കല്പങ്ങൾ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സോഷ്യലിസ്റ്റ് വികസനത്തെ കുറിച്ചോ മാർക്സിസ്റ്റ് വികസന സങ്കല്പത്തെ കുറിച്ചോ ഒരൊറ്റ പുസ്തകം പോലും എസെൻഷ്യൽ റീഡിംഗ് എന്ന് പറയുന്ന, എസെൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്ന ഭാഗത്ത് എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? ഇത് വളരെ യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യം ആയേക്കാം, പക്ഷെ ഞാനതിനെ അത്ര യാദൃശ്ചികമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇപ്പൊ നോക്കൂ, 1984 ആണ് പ്രണബ് ബർദാൻ എന്ന് പറയുന്ന, ഒരുപക്ഷെ ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന ഇക്കണോമിസ്റ്റ്, അദ്ദേഹം ദ പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. അത് 1997 അതിനൊരു എപ്പിലോഗ് കൂട്ടിച്ചേർത്തുകൊണ്ട്, അതായത് 90കൾക്ക് ശേഷം വരുന്ന ആഗോളവൽക്കരണവും അതുപോലെ തന്നെ നവലിബറൽ നയങ്ങളും എങ്ങനെയാണ് വികസനത്തെ ബാധിക്കുന്നത് എന്ന് വിശകലനം ചെയ്തുകൊണ്ട് അതിനകത്ത് പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് റിഫോം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എപ്പിലോഗ് കൂടി എഴുതി ചേർത്തുകൊണ്ട് 1997 ആദ്യം ബ്ലാക്ക്വെൽ ആയിരുന്നു ഇത് പബ്ലിഷ് ചെയ്തത്. പിന്നെ 1997 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് അത് പുനഃപ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം ഇതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് വളരെ പ്രഗത്ഭരായ സ്കോളേഴ്സ് ഉണ്ട്. ഒരുപക്ഷെ മാർക്സിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ നൊബേൽ പ്രൈസ് കിട്ടാവുന്ന ഒരാളാണ് പ്രഭാത് പട്നായിക് എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്സിസ്റ്റ് ആയതുകൊണ്ട് മാത്രം നൊബേൽ പ്രൈസ് നിഷേധിക്കപ്പെട്ട ഒരാളാണ് പ്രഭാത് പട്നായിക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രമാത്രം ആ സ്റ്റേച്ചറിൽ വരുന്ന ഒരു ഇക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പം
പ്രഭാത് പട്നായിക്, വെങ്കിടേഷ് ആത്രേയ, ഉത്സ പട്നായിക്, ജയതി ഘോഷ്, CP ചന്ദ്രശേഖർ, സമീർ അമീൻ, കാൾ പോളാനി തുടങ്ങിയിട്ടൊരു വലിയ നിര തന്നെ പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വലിയ നിര തന്നെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരം പുസ്തകങ്ങൾ, ഞാൻ പറയുന്നത് വളരെ കാലികമെന്ന് വിശേഷിപ്പിക്കുന്ന അതിനെ ശ്ലാഘിച്ചുകൊണ്ട് തന്നെ ഈ ഇത്തരം സിലബസുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് എന്ന ചോദ്യത്തിന് ചില വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. അത് ചില പ്രത്യയശാസ്ത്രപരമായ വിശദീകരണങ്ങൾ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ വർക്ക് ഒരുപക്ഷെ 1954 കേരളത്തിൽ ആരംഭിക്കുകയും ഏതാണ്ട് 90-കൾ വരെ അത് വളരെ വ്യാപകമായ അർത്ഥത്തിലുള്ള ഒരു വിജ്ഞാന മേഖലയായി തുടർന്നിട്ടുമില്ല കേരളത്തിന്റെ സന്ദർഭത്തിൽ. ഈ കാലത്തൊക്കെ അതിന് 2 തരത്തിലുള്ള പ്രത്യയശാസ്ത്ര സ്വാധീനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ലിബറൽ ഫിലോസഫിയുടെ അല്ലെ ലിബറൽ മാനവികതാവാദത്തിന്റെ ചില എലമെന്റുകളും അതുപോലെ മതത്തിന്റെയും സഭയുടെയും വലിയ തോതിലുള്ള സ്വാധീനത്തിനകത്താണ് സാമൂഹ്യ പ്രവർത്തനം 1990-കൾ വരെ കേരളത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് സ്വാഭാവികമായും ഒരു മാർക്സിസത്തോടുള്ള ഒരു തരം അൺടച്ചബിലിറ്റി അതിനകത്ത് നിലനിന്നിരുന്നു എന്നുള്ളത് യാതൊരു തർക്കത്തിനും ഇടയില്ലാത്ത കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ 90-കൾക്ക് ശേഷം പ്രത്യേകിച്ച് വളരെ കാലികം എന്ന് പറയുന്ന ഇത്തരം വിഷയ പദ്ധതികൾക്കകത്ത് ഞാൻ പറയുന്നത് വളരെ യാഥാസ്ഥിതികമായ അന്വേഷണങ്ങൾ ഒരു ഭാഗത്തും പോസ്റ്റ് മോഡേൺ എന്ന് വിശേഷിപ്പിക്കുന്ന അന്വേഷണങ്ങൾ മറ്റൊരു ഭാഗത്തും നിലനിൽക്കെ ഇതല്ലാത്ത മൂന്നാമതൊരു ധാര വികസനത്തെക്കുറിച്ചുള്ള സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളും വികസനത്തെക്കുറിച്ചുള്ള മാർക്സിസ്റ്റ് സങ്കല്പങ്ങളും വളരെ സജീവമായി ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയും ഒട്ടനവധി പുസ്തകങ്ങൾ, ഇപ്പൊ ഞാൻ ഏറ്റവും അവസാനം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുസ്തകം എന്ന് പറയുന്നത് കൺസെപ്ച്വലൈസിങ് ഇൻവിസിബിൾ ലേബർ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക മനോഹരമായ ഒരു പുസ്തകം കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസ് ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സ്ഥാനം പിടിക്കാതെ പോകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാലത്ത് നേരത്തെ പറഞ്ഞ പ്രത്യയശാസ്ത്ര അടിത്തറയെ മുൻനിർത്തി മാർക്സിസ്റ്റ് തൊട്ടുകൂടായ്മ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കുറെ കൂടെ സങ്കീർണമായ വിധത്തിൽ ഇന്ന് ഇതേ അവസ്ഥ തന്നെ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആണ് വീണ്ടും കുറെ യാഥാസ്ഥിതികമായ എലമെന്റുകൾ, വളരെ കൺവെൻഷനലായ സാമ്പ്രദായിക എലമെന്റുകൾ ഈ സിലബസിനകത്ത് തുടരുന്നുണ്ട്, അതിൽ തർക്കമില്ല. എന്നാൽ അതിനകത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ചിന്താരംഗത്ത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള പോസ്റ്റ് മോഡേൺ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന സമയത്ത് ഇതിനിടയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു മാർക്സിസ്റ്റ് പാരമ്പര്യം, ഞാൻ പറയുന്നത് മാർക്സിൽ തുടങ്ങി മാർക്സിൽ അവസാനിക്കുന്നതല്ല മാർക്സിസ്റ്റ് പാരമ്പര്യം എന്ന് പറയുന്നത്. മാർക്സിസത്തിനകത്ത്, മാർക്സിസം എന്ന ചിന്താ പദ്ധതിക്കകത്ത് ഇത്തരം വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള സൈദ്ധാന്തികമായ വളരെ സജീവമായ ശ്രമങ്ങൾ ലോകത്താകമാനം നടന്നിട്ടുണ്ട്, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് പോകുന്നത് എന്നത് തീർച്ചയായും മാർക്സിസ്റ്റ് പഠനങ്ങൾ അത് ഇവിടെയാണ് അറിവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഫൂക്കോ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാവുന്നത്. ഫൂക്കോ പറയുന്നത് അധികാരം നിലനിൽക്കുന്നത് ഒരു സോവറിൻ പവർ എന്ന നിലക്ക് മാത്രമല്ല, ഇപ്പൊ പരമാധികാര രൂപം എന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും അധികാരത്തെ സ്റ്റേറ്റുമായി ബന്ധപ്പെടുത്തിയാണ് കാണുന്നത്. അതിപ്പോഴും പ്രസക്തമാണ്, യാതൊരു തർക്കവുമില്ല. സ്റ്റേറ്റുമായി ബന്ധപ്പെടുത്തി ഒരു സോവറിൻ പവർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് തന്നെയാണ്. പരമാധികാരം എന്ന് നിലനിൽക്കുന്നത് ഭരണകൂടത്തിൽ തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ ഉള്ള വിഷയ പദ്ധതികൾ ക്രമീകരിക്കുന്ന സമയത്ത് തീർച്ചയായും ചില പ്രീ ഒക്കുപേഷൻസും പ്രത്യയശാസ്ത്രപരമായ ചില മുൻവിധികളും അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളും ഇത്തരം ഒഴിവാക്കലുകളിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെങ്ങനെയാണ് അറിവും അധികാരവും വൈജ്ഞാനിക മേഖലയിലും പ്രത്യേകിച്ച് ആ വൈജ്ഞാനിക മേഖലയിൽ കാര്യങ്ങൾ കൈയാളുന്ന ആളുകളുടെ അറിവും അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതാണ് ഇത്തരം ചില ഒഴിവാക്കപ്പെടലിൽ ഞാൻ വായിച്ചെടുക്കുന്ന കാര്യങ്ങൾ. അത് തീർച്ചയായും ഞാൻ മാർക്സിനെയും ഫൂക്കോയെയും ബന്ധപ്പെടുത്തി ഇങ്ങനെ വായിച്ചെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് കൺക്ലൂഡ് ചെയ്യാമോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, 2 കാര്യങ്ങളാണ്. ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്, അത് പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും പറയാം, അല്ലെങ്കിൽ ചർച്ചയ്ക്കിടയിൽ പറയാം.
എന്നൊക്കെ വിചാരിക്കുന്നു. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. ഒന്ന്, ഒരു സൈദ്ധാന്തിക കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിൽ മാർക്സും ഫൂക്കോയും മുന്നോട്ട് വെച്ചിട്ടുള്ള വിമർശനം എന്ന സങ്കല്പം എത്രമാത്രം പ്രധാനപ്പെട്ടത് ആണ് എന്ന് പറയാനാണ് ആദ്യ ഭാഗത്ത് ശ്രമിച്ചത്. അതിൽ നിന്നുകൊണ്ട് സാമൂഹികം എന്ന് പറയുന്ന പരികൽപ്പനയെ, സാമൂഹിക പ്രവർത്തനം മനസ്സിലാക്കിയത് വളരെ അപര്യാപ്തമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റ് വിജ്ഞാന മേഖലകളിൽ നടക്കുന്ന വിപുലമായ ചർച്ചകളിൽ സാമൂഹികം എങ്ങനെയൊക്കെയാണ് വിശകലനം ചെയ്യപ്പെടുന്നത്, വിലയിരുത്തപ്പെടുന്നത്, നിർവചിക്കപ്പെടുന്നത്, പുനർനിർവചിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ വിജ്ഞാന മേഖലയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്. ഒരേ സമയം അതൊരു ഒരു നിർദ്ദേശമായിട്ട് ഞാൻ വെക്കുന്നു. രണ്ടാമത്, എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് വിമർശനധാരയും മാർക്സിസം എന്ന് പറയുന്ന ഒരു ചിന്താ പാരമ്പര്യം പലതരം വിഷയങ്ങളോട്, സമൂഹവുമായി ബന്ധപ്പെട്ട പലതരം വിഷയങ്ങൾ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്ന പലതരം വിഷയങ്ങളോട് വളരെ സജീവമായി ലോകത്ത് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം വിഷയ പദ്ധതികൾ, ഏറ്റവും പരിഷ്കരിച്ച വിഷയ പദ്ധതികൾക്കകത്തു നിന്ന് പോലും അപ്രത്യക്ഷമാകുന്നത് അതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര താല്പര്യങ്ങളുണ്ട് എന്ന് കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഓക്കെ, നമ്മൾ സമയപരിമിതി മൂലം നമ്മൾ തൽക്കാലം നമ്മൾ അടുത്ത ഡിസ്കഷനിലേക്ക് പോവാണ്. അബ്ദുൾ ബസീദ് കേൾക്കാമോ? പറഞ്ഞോളൂ. വീഡിയോ ഓണാക്കാമോ? ഓക്കെ, പറഞ്ഞോളൂ. ഇതില് രാജേഷ് ഇവിടെ ഇപ്പൊ ഇത്രയും സമയം എടുത്ത് അവതരിപ്പിച്ച ഈ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, അതിന്റെ ഒരു സൈദ്ധാന്തിക വശങ്ങള്, ആ സൈദ്ധാന്തിക വശങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന നമ്മളൊരു പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്, ആ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് പലതിനെയും കാണാതെ പോകുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ മേക്ക് ദം ഇൻവിസിബിൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അങ്ങനെ ഇൻവിസിബിൾ ആക്കിയിട്ട് ആ ഒരു സൈദ്ധാന്തിക മേഖലയെ അങ്ങ് മാറ്റി നിർത്തി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതില് അവർ അവസാനം പറഞ്ഞ നമ്മുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു ഉദാഹരണം എനിക്ക് തോന്നുന്നു. അത് കുറച്ചും കൂടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ ഇല്ലാതെയാകുന്നതിന് കുറച്ചും കൂടെ ഇത്രയും നേരം പറഞ്ഞതിന് വളരെ സിമ്പിൾ ആയിട്ട് വിശദീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് എനിക്ക് ഇതില് പറയാനുള്ളത്, പലപ്പോഴും രാജേഷ് പറഞ്ഞ ഒരു കാര്യം വളരെ റെലവെന്റ് ആണ്. നമ്മൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷൻ ഒരു ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്ന അതിലേക്കാണ് നമ്മളെ ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് പഠിക്കുകയും അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കുകയും, പലപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സാമൂഹികമായിട്ട് ഈ പ്രശ്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകങ്ങളെ, അതിൽ ഇൻഹറന്റ് ആയിട്ടുള്ള ഘടകങ്ങളെ നമ്മൾ കാണാതെ പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ കാണാൻ ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ സേവനങ്ങളെ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇതില് ഫസ്റ്റ് പ്രസന്റേഷൻ ഞാൻ ഇതില് സുബൈർ അവർ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പൊ അതിലും പറയുന്നുണ്ട്, പലപ്പോഴും നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഈ ഒരു സോഷ്യൽ വർക്കിന്റെ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുമായിട്ട് ഇടപഴകുന്ന ഈ പ്രൊഫഷനിൽ നിന്ന് വരുന്ന ആളുകൾ ചിൽഡ്രൻ എന്ന മേഖലയിൽ അവരുടെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ കഴിയാതെ പോകുന്നതിനെ കുറിച്ച് അത് കഴിഞ്ഞ് ബൈജു സാറിന്റെ ഒരു ഡിസ്കഷനിലേക്ക് വരുമ്പോഴും അന്ന് ആ ഡിസ്കഷനിൽ നമ്മളത് കണ്ടായിരുന്നു. ഈ ഒരു പറയുന്ന സിദ്ധാന്തങ്ങളെയും പ്രയോഗങ്ങളെയും രണ്ടായിട്ട് തിരിച്ചു നിർത്തുന്ന ഒരു അനുഭവം നമുക്കുണ്ട്, നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അറ്റ്ലീസ്റ്റ് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിലെങ്കിലും അതിന് ഉന്നയിക്കപ്പെടുന്ന ഒരു വാദം എന്ന് പറയുന്നത്, നമ്മൾ ഒരു സർവീസ് ഓറിയന്റഡ് പ്രൊഫഷൻ ആയതുകൊണ്ട് രാജേഷ് തന്നെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച പോലെ ഇത്രയും സൈദ്ധാന്തികമായിട്ട് നമ്മൾ ആഴത്തിൽ പോവേണ്ട കാര്യമില്ല എന്നുള്ള ഉത്തരങ്ങളാണ് പല കാലങ്ങളിലായിട്ട് നമുക്ക് ലഭിച്ചു പോന്നിട്ടുള്ളത്. അപ്പൊ ഈ ഇത്തരം രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്നതിലൂടെ ചെയ്തിട്ടുള്ളത് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സോഷ്യൽ സയന്റിസ്റ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പോലെ തന്നെ നിലനിൽക്കുന്ന
അധികാര ബന്ധത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് വളരെ വ്യക്തമായിട്ട് കേരളത്തിലെങ്കിലും സോഷ്യൽ വർക്ക് ശ്രമിച്ചിട്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഫൂക്കോയുടെ ഒരു നോളജ് ആൻഡ് പവർ എന്ന് പറയുന്ന അതിന്റെ അത് രണ്ടും തമ്മിലുള്ള ഒരു ബന്ധവും ആ ബന്ധങ്ങൾ പരസ്പരം എങ്ങനെയാണ് പൂരിതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് രാജേഷ് പറയുന്നതിലൂടെ ചെയ്തത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തിലിടക്ക് ഞാൻ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നുള്ളതിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഔട്ട്ലേയേഴ്സ് എന്ന് പറയപ്പെട്ട 1990s തുടക്കത്തിൽ തന്നെ കുര്യൻ എന്ന ഔട്ട്ലേയേഴ്സ് എന്ന് പറഞ്ഞ് രണ്ടും മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട രണ്ട് ജനസമൂഹങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് അതിനെ സൈദ്ധാന്തികമായിട്ട് ഇടപെടാൻ, അതിൽ നിന്ന് ഒരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ലെവലിലേക്ക് എടുക്കാനോ നമ്മുടെ പ്രൊഫഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെ അവരുടെ ഇടയിൽ ഒരുപാട് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ പ്രൊഫഷനിൽ നിന്ന് വരുന്ന ആളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഒരു കേരള ഡെവലപ്മെന്റൽ ആ ഒരു അനുഭവ മോഡലിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിജ്ഞാന ഉൽപാദന മേഖലയിലേക്ക് കടക്കാൻ പ്രൊഫഷന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രൊഫഷന് താല്പര്യമില്ല എന്നുള്ളതാണ്. ആ താല്പര്യമില്ലായ്മ വരുന്നത് ഇതുവരെ ഈ പ്രൊഫഷൻ കൈയാളിയിരുന്ന, അല്ലെങ്കിൽ ഇതിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് നിലനിന്നിരുന്ന, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ മുന്നോട്ട് പോക്കിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആ ഒരു പവർ പൊസിഷനിൽ ഇരുന്നിരുന്ന ആളുകളുടെ താല്പര്യം ഇതിനെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോഷ്യൽ വർക്കിന്റെ ടെർമിനോളജികൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം രസകരമായിട്ട് ഈ മാർക്സിസ്റ്റുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ റവല്യൂഷണറി ആയിട്ട് ആളുകൾ സംസാരിക്കുന്ന ആന്റി ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ആന്റി ഇമ്പീരിയലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന ടെർമിനോളജീസ് നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. ഈ ഇത്തരത്തിലുള്ള പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ എന്താ പറയാ, അത്തരം ചിന്താധാരകള് ഇതില് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. രാജേഷ് അതിനോട് പറഞ്ഞതിൽ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റതിലേക്ക് പോകുമ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ രാജേഷ് സൂചിപ്പിച്ച പോലെ ഈ ഡെഫിനിഷൻസിൽ പലപ്പോഴും നമുക്ക് അത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ ഉപരിപ്ലവമായിട്ട് കണ്ടുപോകുന്ന ഇതുണ്ട്. അപ്പൊ നമ്മളൊരു കേസ് വർക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് പറയാ, ഒരു വ്യക്തിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലേക്ക്, പക്ഷെ നമ്മൾ ആലോചിക്കുമ്പോ ആ എത്രമാത്രം നമുക്ക് എത്രമാത്രം ജ്ഞാനമുണ്ട്, ബോധമുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. രാജേഷ് പറഞ്ഞ പോലെ എല്ലാ വ്യക്തികൾക്കും സമാനമായ അനുഭവങ്ങളാണോ ഉള്ളത് എന്നുള്ളത് ഒരു കൃത്യമായ ഒരു ചോദ്യമാണ്. എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ സൊസൈറ്റി സ്ട്രക്ചേർഡ് ആണ് എന്ന് നമുക്കറിയാം. ആ സ്ട്രക്ചേർഡ് ആയ സൊസൈറ്റിയിൽ എന്താ പറയാ, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ എത്രമാത്രം നമ്മുടെ പ്രൊഫഷൻ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സൈദ്ധാന്തികമായിട്ട് നമുക്ക് ആദ്യം അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ നമ്മുടെ സേവന ഇതിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇത്തരം ഒരു സൈദ്ധാന്തിക തലത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അതിനെ അംഗീകരിക്കുകയും അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇതിന് കൂടുതൽ ഇതായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു പ്രോ ആക്റ്റീവ് ആയിട്ട് നമ്മൾ അതിനോട് ഇടപഴകുകയാണെങ്കിൽ ഈ പ്രൊഫഷന് കുറച്ചും കൂടെ അതിന്റെ നമ്മൾ ഈ പറയുന്ന ലക്ഷ്യങ്ങളോടും ഇതിനോടൊക്കെ കുറെ കൂടെയൊക്കെ ഒരു നീതി പുലർത്താൻ കഴിയും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഘടനാപരമായിട്ട് ഉണ്ടായി വരുന്ന പ്രശ്നങ്ങൾക്ക് ഈ പ്രൊഫഷൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ എത്രമാത്രം അതിന്റെ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നു എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമുണ്ട്.
ഇപ്പോ രാജേഷ് പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ കാര്യം പറയുകയാണെങ്കിലും മറ്റു പാട്രിയാർക്കിയുടെ ഏതെങ്കിലും ഒരു വിഷയങ്ങൾ എടുക്കുകയാണെങ്കിലും അത്രമാത്രം നമ്മുടെ കുട്ടികളെ അതിന്റെ ഒരു തിയററ്റിക്കൽ ലെവലിൽ നമ്മൾ അവരുടെ അനുഭവങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മൾ. ആ അനുഭവങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആളുകളുമാണല്ലോ. അത് ചെയ്യാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ആദ്യ പ്രസന്റേഷനിൽ സുബീർ സാർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരിക. ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഈ ചെറിയ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രൊഫഷനിൽ നിന്ന് വരുന്ന ആളുകളോട് പറയുന്ന അനുഭവങ്ങൾ അതിന്റെ ഒരു യഥാർത്ഥ അർത്ഥത്തിൽ സോഷ്യൽ പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാന് സമയമായി എന്ന് തോന്നുന്നു. ഇതില് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് രാജേഷ് പറഞ്ഞ കാര്യങ്ങളെ ഒരു ഇതാക്കിക്കൊണ്ട് പറയുന്നത് ഒരു സൈദ്ധാന്തികമായിട്ട് ഒരു ഐഡിയോളജിക്കൽ ആയിട്ട് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ നമുക്ക് ഇത്രയും നാളത്തെ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ അറിവ് ഉൽപാദനത്തിലേക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അങ്ങനെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ നമ്മുടേതായിട്ടുള്ള പല നമ്മുടെ സോഷ്യൽ വർക്കിന്റെ നിർവചനങ്ങളിലും കാണാവുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇവിടെ നിലനിൽക്കുന്ന സാമൂഹിക ബന്ധങ്ങളെ യഥാർത്ഥത്തിൽ അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് കടന്നു ചെന്ന് നിർദ്ധാരണം ചെയ്ത് തിരിച്ചറിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അതിന്റെ ഒരു പരിഹാരങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലേക്ക് ഇതിനെ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. അല്ലാതെ ഒരു രീതിയിൽ ഇതുപോലുള്ള ഒരു തുടർച്ചയാണ് നമ്മൾ ഇത്രയും കാലം കടന്നു വന്ന ഈ ഒരു സൈദ്ധാന്തിക മേഖലയോട് മുഖം തിരിച്ചു നിന്നുകൊണ്ടുള്ള ഒരു സമീപനത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങളെ ഒപ്രസീവായിട്ട് നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനായി ഈ ഒരു പ്രൊഫഷൻ കൊണ്ട് നമുക്ക് കഴിയുള്ളൂ എന്നുള്ള എന്റെ ഒരു തോന്നലും കൂടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രേ ഉള്ളൂ. ശരി, താങ്ക് യു ഡോക്ടർ ബസീർ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യ അവതരണവും അതിനുശേഷമുള്ള ഡിസ്കഷന്റെ റെസ്പോൺസും നമ്മൾ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായ ഒരു പ്രൗഢഗംഭീരമായ ഒരു അവതരണമാണ് ഡോക്ടർ കെ പി രാജേഷ് നടത്തിയത്. അതിനകത്ത് നമ്മുടെ സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള അന്തരങ്ങൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നു, അത് നിലനിർത്തുന്നതിനുള്ളിലുള്ള പുറകിലുള്ള പ്രത്യയശാസ്ത്രം എന്താണ്, അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോയത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ഒരു മെച്ചപ്പെട്ട ഒരു സോഷ്യൽ വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് അതിനുള്ള ഒരു വഴിത്താര തുറന്നിടുന്നതിനുള്ള ഒരു പ്രാഥമിക ചർച്ച എന്ന രീതിയിൽ ആണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ ശങ്കരാചാര്യ സർവകലാശാലയുടെ ഏറ്റവും പുതിയ സിലബസിനെ സംബന്ധിച്ച ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. മികച്ച ഒരു സിലബസ് ആണ് എന്നൊരു അഭിപ്രായം. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ അധ്യാപകരായിട്ടുള്ള ഡോക്ടർ രേഷ്മ, ഡോക്ടർ പ്രൊഫസർ ജോസ് ആന്റണി, ഡോക്ടർ അനിത തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഒരു സിലബസ് പരിഷ്കരണത്തിന് കിട്ടിയ ഒരു വലിയ ഒരു സമ്മതി കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം നമ്മുടെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ പഠിച്ച് മറ്റ് മേഖലകളിൽ വളരെ സജീവമായിട്ട് അധ്യാപന ഗവേഷണം നടത്തുന്ന ആളുകൾ പുറംതിരിഞ്ഞ് വീണ്ടും നമ്മുടെ പഠനക്രമത്തിൽ നോക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്ന ചില ആശയങ്ങൾക്ക് ഇത് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു 15-20 മിനിറ്റുള്ള ചർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഡോക്ടർ അനീഷ് കൈ ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ പരമാവധി കുറഞ്ഞ സമയത്തിനുള്ളിൽ ചോദിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കത് കൂടുതൽ ജനാധിപത്യപരമായി എല്ലാവരിലേക്കും അവസരം കൊടുക്കാൻ നമുക്ക് കഴിയും. അപ്പൊ ആദ്യമായിട്ട് ഡോക്ടർ അനീഷ് TV. അനീഷ് കേൾക്കാമോ? ഹലോ കേൾക്കുന്നുണ്ടോ ചേട്ടാ? യെസ്, അനീഷ് പറഞ്ഞോളൂ. ഞാന് ഇതിന്റെ ഒരു പകുതി വെച്ചാണ് കേറിയത് ഈ പ്രോഗ്രാമിന്റെ. പക്ഷെ അതിൽ ഞാന് രാജേഷ് ഉയർത്തിയ ഒരു കാര്യം റീഡിംഗ് ലിസ്റ്റിന്റെ ഒരു കാര്യമായിരുന്നു.
കുറച്ച് ഒഴിവാക്കപ്പെടുന്നു, ചിലത് ഇൻക്ലൂസീവ് ആണ്, ചിലത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു നോളജിൽ ഒരു ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും പൊതുവെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആരാണ് ഇപ്പൊ നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അയാളുടെ ഇപ്പോ ബാസിത് ജെഎൻയുവിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചു, പ്രഭാത് പട്നായിക്കിന്റെ ഒക്കെ. അപ്പൊ പലപ്പോഴും ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഒരു അക്കാഡമിക്സിൽ നിലനിൽക്കുന്ന ഒരു വലിയൊരു പവർ സ്ട്രക്ചറാണ് ഈ പറയുന്ന മാർക്സിസ്റ്റ് ഇടതുപക്ഷ ഒരു പവർ സ്ട്രക്ചർ. അപ്പൊ പലപ്പോഴും അവിടെ അവര് കൊടുക്കുന്ന റീഡിംഗ് ലിസ്റ്റുകളും കൊടുക്കുന്ന പുസ്തകങ്ങളും ഈവൻ അവർ എഴുതുന്ന പേപ്പറിൽ പോലും കോട്ട് ചെയ്യുന്നത് പലപ്പോഴും പ്രഭാത് പട്നായിക്കോ അല്ലെങ്കിൽ അർച്ചൻ പ്രസാദോ അങ്ങനെയുള്ള ഇടതുപക്ഷം ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ബുദ്ധിജീവികളുണ്ട്. ഇപ്പൊ ഇവൻ തന്നെ ഇപ്പൊ പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പലപ്പോഴും ഇപ്പൊ ഫ്രാൻസിസ് ഫ്രാങ്കൽ എന്ന് പറഞ്ഞിട്ട് 1947 to 2008 പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇതിനെ കുറിച്ചിട്ട്. അപ്പോ നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് എന്താ പറയാ എല്ലാ തരത്തിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നോളജ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇപ്പോ ബംഗാളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാം. ഇപ്പൊ ഞാനൊരു ഫോർ ആൻ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ഞാൻ PhD എടുത്തിരുന്നത്. അപ്പോൾ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞൊരു ടെർമിനോളജി ആയിട്ട് ഒരു ലെഫ്റ്റിസ്റ്റ് നോളജ് വന്നിരുന്നു. അപ്പൊ പലപ്പോഴും നമ്മൾ ചോദ്യം ഒന്ന് കൃത്യമാക്കാമോ, ചോദ്യത്തിലേക്ക് വരാമോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ഒരുപാട് എല്ലാവർക്കും അവരുടെ പൊളിറ്റിക്സുകൾ ഉണ്ട്, ഈ പറയുന്ന പവർ സ്ട്രക്ചറുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും റീഡിംഗ് ലിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകങ്ങളോ ഒന്നും നമുക്ക് അത് കുട്ടികളുടെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഈ പറയുന്ന പുസ്തകങ്ങൾ പോയിന്റ് ഔട്ട് എന്നുള്ളതും അതുപോലെ തന്നെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതും. അതൊരു സിലബസിന് നമുക്ക് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. മറ്റുള്ള എക്സ്ട്രാ റീഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനം അത് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ രാഷ്ട്രീയവും അത് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയമാണ് ഡിസൈഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത്. കാരണം ഫോർ ആൻ എക്സാമ്പിൾ മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞ ഒരു പുസ്തകം EMS എഴുതുമ്പോൾ EMS അതിൽ അയ്യങ്കാളിയെ കുറിച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ക്രിറ്റിസിസം വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് ഒരു ആളുടെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ശരി, ചോദ്യം ക്ലിയർ ആണ്. ഡോക്ടർ രേഷ്മ, ഹലോ രേഷ്മ ടീച്ചർ കേൾക്കാമോ? ഹലോ, നേരത്തെ രേഷ്മ ടീച്ചർ കൈ പൊക്കിയിരുന്നു. പറയോ. കേൾക്കാം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജേഷ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടത്. കാരണം എത്രയോ കാലമായിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ പിന്നെ പറയാൻ ശ്രമിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ അതിന്റെ ഒരു 3/4 ഭാഗത്തോളം എനിക്ക് വളരെ യോജിപ്പാണുള്ളത്. പിന്നെ ഈ ഒരു പ്രവർത്തിക്കുന്ന ആള്, ചിന്തിക്കുന്ന ആള്, തിയറി പ്രാക്ടീസ് ഉള്ള ഡയക്കോട്ടമി, അത് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ, സോഷ്യൽ വർക്ക് ഒരു അക്കാദമിക് ഡിസിപ്ലിൻ എന്നുള്ള നിലയിൽ സോഷ്യൽ വർക്കിനകത്ത് മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. പല ഫെമിനിസ്റ്റ് സ്കോളേഴ്സിന്റെയും എഴുത്തിൽ അവർക്ക് അവരവരുടെ അക്കാദമിക്ക് ഉള്ളിൽ ഈ ഒരു ഡൈക്കോട്ടമിയും അവർ ചെയ്യുന്ന തിയറൈസേഷനിൽ ഇത് എങ്ങനെയാണ് നേരിടേണ്ടി വന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ഇവരെല്ലാവരും എഴുതിയിട്ടുള്ളത് കാര്യമാണ്. ഇപ്പൊ ലോകത്തെ എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മളത് നിലനിർത്തണം എന്നല്ല, അത് എന്തായാലും നിലനിൽക്കാൻ പാടില്ലാത്ത, അതിന് എതിരെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും പിന്നെ നമ്മുടെ സിലബസ് മുതൽ പഠന പദ്ധതി മുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തിയറൈസ് ചെയ്യുകയും ആലോചിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്തും ഇത് പിന്നെ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഈ പറയുന്ന അതിപ്പം മനീഷ് പറഞ്ഞ മാതിരി തന്നെ പല അക്കാദമിക്സിനകത്തും നമ്മള് പിന്നെ അത് സിലബസ് ഉണ്ടാക്കുകയും അത് പിന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു നോളജിന്റെ മുകളിൽ ഒരു പവർ എന്ന് പറയുന്ന സാധനം അത് പല രീതിയിൽ തന്നെ പിന്നെ അതിന്റെ ഗ്ലിംസസ് ഇപ്പം പിന്നെ രാജേഷ് പറഞ്ഞ മാതിരി അതിന്റെ ഗ്ലിംസ് പിന്നെ കാണാവുന്ന നമ്മുടെ സിലബസിനകത്താണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ സിലബസ് ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കൊന്നും ചെയ്യല്ല. സിലബസ് പരിഷ്കാരം എന്ന് പറയുന്നത് അത് നിരന്തരം നടക്കേണ്ട ഒരു കാര്യമാണ്. അത് പരസ്പരം ചർച്ചകൾ. ഹലോ, സംസാരിക്കാവോ? പറഞ്ഞോളൂ.
പറഞ്ഞോളൂ. അതുകൊണ്ടാണ്. ചെറുതായിട്ട് കട്ടായി പോയി, പക്ഷെ ഇപ്പൊ തുടരാം. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിലുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെ മനസ്സിലാകുന്ന സാമൂഹികതയാണെങ്കിലും പിന്നെ എന്താണ് സമൂഹം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സമൂഹം എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമല്ലേ. അതിനെ വെച്ചിട്ട് ഈ ഒരു തിയറി കൺസെപ്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ എത്രയോ എഴുതുകയും പലതരം മാറ്റങ്ങളെ കുറിച്ചിട്ടും റെവല്യൂഷനെ കുറിച്ചിട്ടും ഒക്കെ ഒരു കൺസെപ്റ്റ് മാത്രമായിട്ടുള്ള ഒരു സാധനത്തിനെ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം സമൂഹത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹലോ, എന്റത് മാത്രമാണോ കട്ടാവുന്നത്? ടീച്ചറിന് മാത്രമാണ് കട്ടാവുന്നത്, പക്ഷെ ഇപ്പോൾ ക്ലിയർ ആണ്, പറയാം. എനിക്ക് രാജേഷ് പറഞ്ഞ ഒരു ക്ലാരിറ്റി വേണ്ട ഒരു കാര്യമെങ്കിൽ നമ്മുടെ സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു പിന്നെ സാമൂഹ്യ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാനും അതിനകത്ത് വരേണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ടും പിന്നെ അതെങ്ങനെയാണ് വിഭിന്നമായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വിഭിന്നമായിട്ട് നിലനിൽക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ്. ഈ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നുള്ള നിലയ്ക്ക് സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കാനും മറ്റ് സിദ്ധാന്തങ്ങളെ വിമർശിക്കാനും ഒക്കെ അതിനും നമ്മൾ പിന്നെ സിദ്ധാന്തത്തിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിദ്ധാന്തത്തിനെ തന്നെ ക്രിട്ടീക്ക് ചെയ്യാൻ, ക്രിട്ടീക്ക് എന്നുള്ള ഒരു സാധനം അത് സോഷ്യലിനെ മാത്രമല്ല ക്രിട്ടീക്ക് ചെയ്യുന്നത്, സോഷ്യലിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന മറ്റു തിയറികളെയും ക്രിട്ടീക്ക് ചെയ്യാൻ നമ്മൾ പിന്നെ സിദ്ധാന്തങ്ങളെയാണല്ലോ ഉപയോഗിക്കുന്നത്. ആ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ എല്ലാ തരത്തിലുള്ള സിദ്ധാന്തങ്ങളും ഒരു വിദ്യാർത്ഥി പഠിക്കണം. അങ്ങനെ പറയുമ്പോൾ പോലും അതിലൊരു വ്യാപുല്യം കൊണ്ട് നമുക്ക് എല്ലാം ഒന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നമ്മുടെ സിലബസിന്റെ മറ്റ് പല സ്ഥലങ്ങളിലാത്ത മാർക്സ് തിയറിനെ കുറിച്ചിട്ടും പവറിനെ കുറിച്ചിട്ടും മാർക്സിന്റെയും മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് രേഷ്മ എന്താണ് ചോദിച്ചതെന്ന് എനിക്ക് വ്യക്തമല്ല. ഞാൻ പറയുന്നത് എന്റെ അവതരണത്തിന്റെ മുകളിലുള്ള കമന്റ് എനിക്ക് മനസ്സിലായി, പക്ഷെ ചോദ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും. കാരണം അതിനിടയ്ക്ക് പല രൂപത്തിൽ സൗണ്ട് ക്രാക്ഡ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടീച്ചറോട് നമുക്ക് ഒരിക്കൽ കൂടി ഒന്നുകൂടി ചോദ്യം ഒന്ന് ആവർത്തിക്കാൻ പറയാം. ചോദ്യം മാത്രം. ഹലോ, സമൂഹത്തിനെ മനസ്സിലാക്കാൻ മാത്രമല്ല മറ്റ് സമൂഹത്തിനെ മനസ്സിലാക്കുന്ന അറിവിനെയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാമൂഹ്യ സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പിന്നെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു സിലബസ് സാധനം എടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലും എന്ന് പറഞ്ഞാൽ അത് വളരെ വിപുലമായിട്ടുള്ള ഒരു സാധനമാണ്. കഴിയുന്നത്ര അതിനകത്ത് റിഫ്ലക്ട് ചെയ്യേണ്ട എനിക്ക് തോന്നുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അത് നമുക്ക് അവിടെ കട്ടായി പോവാണ്. അപ്പൊ നമുക്ക് ചർച്ച എന്തായാലും തുടരുന്നതുകൊണ്ട് കിട്ടിയത് ഇപ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റൗണ്ട് ടീച്ചറിലേക്ക് വീണ്ടും പോവാം. ഒരു അനീഷും രേഷ്മ ടീച്ചറും ചോദിച്ച 2 ചോദ്യങ്ങളോട് ഉള്ളൊരു പ്രാഥമികമായ റെസ്പോൺസ്. അനീഷ് പറഞ്ഞൊരു കാര്യത്തോട് ഇപ്പൊ ഞാൻ മാർക്സിസ്റ്റ് സ്കോളേഴ്സ് ഏതെങ്കിലും തരത്തിൽ വിമർശനത്തിന് അതീതരായ മനുഷ്യരാണെന്നുള്ള സങ്കല്പമൊന്നും എനിക്കില്ല. മാർക്സിസം വികസിച്ച തന്നെ പലതരം വിമർശനങ്ങളോട് ഇടപെട്ടുകൊണ്ടാണ് മാർക്സിസ്റ്റ് വിജ്ഞാനധാരയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള അറിവും ഒക്കെ വികസിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ ഇതിനകത്ത് ഒരു വ്യത്യാസം കാണേണ്ടത്, ഇപ്പോ JNU അതുപോലെ തന്നെ HCU തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റികൾ അവിടെ നടക്കുന്ന പഠനത്തിന്റെ രീതിയും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന പഠനത്തിന്റെ രീതിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയല്ല, അത് വലിയ വ്യത്യാസം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ JNUലോ അല്ലെങ്കിൽ പിന്നെ ടിസിന്റെ പല ക്യാമ്പസുകളിലും ഉൾപ്പെടെ അത് കാണാൻ പറ്റും. അപ്പം ഞാനാണ് ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നതെങ്കിൽ അതൊരു എലക്റ്റീവ് കോഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു കോർ കോഴ്സ് ആവാം, എന്തും ആവാം. ഞാനാണ് ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും
ഞാൻ എന്ന ടീച്ചർ പിന്തുടരുന്ന സൈദ്ധാന്തികമായ ഒരു കാഴ്ചപ്പാട് ആ കോഴ്സിനകത്ത് തീർച്ചയായും പ്രതിഫലിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായിട്ടും ഞാൻ തിരഞ്ഞെടുക്കുന്ന റീഡിങ്ങുകൾ, ഞാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ, ഞാൻ ആശ്രയിക്കുന്ന സൈദ്ധാന്തികമായിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം തന്നെ എൻ്റെ ചില പരിപ്രേക്ഷ്യവുമായി ബന്ധപ്പെട്ട്, എൻ്റെ ചില കാഴ്ചപ്പാടുകളൊക്കെ ബന്ധപ്പെട്ട് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ അത്തരം കോഴ്സുകളെ കുറിച്ചിട്ടല്ല ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ വികസനത്തെക്കുറിച്ച് ഒരു പൊതുവായ കോഴ്സ് കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും വളരെ എസെൻഷ്യലായി അല്ലെങ്കിൽ വളരെ ആവശ്യം അതിനകത്ത് ഉണ്ടായിരിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇക്കോണമി. ഇപ്പൊ നിങ്ങൾ മാർസിനെ വെച്ചുകൊണ്ട്, മാർസിന്റെ ക്യാപിറ്റൽ വോള്യം, മൂലധനം വോള്യം 1 വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇക്കോണമി ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ പൊളിറ്റിക്കൽ, ഞാൻ സോഷ്യൽ വർക്കിന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഞാൻ സാധാരണ ഇക്കണോമിക്സ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായും അതിനു മുമ്പേ റിക്കാർഡോ, ആഡം സ്മിത്ത് പോലെയുള്ള ബൂർഷ്വാ ഇക്കണോമിസ്റ്റുകൾ എങ്ങനെയാണ് ഇക്കണോമിക്സിനെ സമീപിച്ചതെന്നും അവരെങ്ങനെയാണ് നിലനിൽക്കുന്ന സമൂഹത്തിനകത്തുള്ള സാമ്പത്തിക ക്രമത്തെ വിശദീകരിച്ചത് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ വിശദീകരിച്ചത് എന്ന് പറയാതെ മാർസിലേക്ക് വരാൻ വേണ്ടി സാധ്യല്ല. മാർസ് ഏതാണ്ട് 20 വർഷം ഈ ആളുകളുമായി എൻഗേജ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മൂലധനം വോള്യം 1 എഴുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ മാർക്സിസത്തെ വിമർശിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ചോദ്യം. ഞാൻ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട, ഇപ്പൊ ഞാൻ പറയുന്നത് പലതരം കാഴ്ചപ്പാടുകളിലൂടെ ഒരു വികസനം എന്ന് പറയുന്ന ഒരു പരികല്പനയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ സൈദ്ധാന്തിക ചരിത്രത്തിലുണ്ട്, അല്ലെങ്കിൽ വിജ്ഞാന ഉൽപാദനത്തിന്റെ ചരിത്രത്തിലുണ്ട്. അത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉയർത്താൻ ശ്രമിച്ചത്. ഞാൻ വിചാരിക്കുന്നു ഈ ഇപ്പോ രേഷ്മ, എനിക്ക് ആക്ച്വലി എന്താണ് ക്വസ്റ്റ്യൻ, ഞാൻ അതിനും കൂടെയുള്ള മറുപടിയാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഒരു തവണയോട് പിന്നീട് നമുക്ക് ഡോക്ടർ രേഷ്മയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു ചോദ്യം കൂടി, ഞാൻ ചോദിച്ചിലേക്ക് പോകട്ടെ. ഡോക്ടർ മിസ്റ്റർ ചിന്തു കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ. രാജേഷ് പറഞ്ഞല്ലേ, സോഷ്യൽ ചേഞ്ചും സോഷ്യൽ കൊഹീഷനും അത് രണ്ടും വിരുദ്ധ ആശയങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതൊന്നും വിശദീകരിക്കാമോ രാജേഷ്? വിശദീകരിക്കണേ അടുത്തൊരു മണിക്കൂർ എടുക്കും. എന്റെ ഇഷ്യൂ എന്ന് വെച്ചാല്, ഇപ്പോ കോൺഫ്ലിക്റ്റുകളിലൂടെ മാത്രമേ സോഷ്യൽ ചേഞ്ച് വരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോ അതൊരു പ്രത്യേക പാരഡൈമിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രം അല്ലേ ആകുന്നുള്ളൂ. അപ്പുറത്ത് വേറൊരു സാധ്യത ഉണ്ടാവില്ലേ സോഷ്യൽ കോഹഷന് കൂടെ സോഷ്യൽ ചേഞ്ച് വരിക എന്നുള്ളൊരു സാധ്യത അപ്പുറത്ത് ഉണ്ടായിക്കൂടാന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതൊരു കുറച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ ഓരോ ചോദ്യം എടുക്കണോ അതോ മാലിഷ് ഒരു ക്ലസ്റ്റർ? രണ്ട് ചോദ്യം എടുക്കാം. അടുത്തായിട്ട് പ്രീത വന്നിട്ടുണ്ട്. പ്രീത കേൾക്കാമോ? കേൾക്കാം. ഹലോ രാജേഷ്, എനിക്ക് ഇപ്പോ ചിന്തു ചോദിച്ച അതേ ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. അത് കുറച്ചുകൂടി ക്ലിയർ ആയി പറയുകയാണെങ്കിൽ, ഈ നമ്മൾ ഡെഫിനിഷൻ അനലൈസ് ചെയ്യുമ്പോൾ രാജേഷ് ഉപയോഗിച്ച ഈ സാമൂഹിക ഐക്യം എന്നുള്ളത് ഇപ്പൊ ചിന്തു പറഞ്ഞ ആ ഒരു ഇതിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു സോളിഡാരിറ്റിയും കണക്റ്റഡ്നെസ്സും ഒരു അനിവാര്യമല്ലേ? നമ്മൾ സംഘർഷങ്ങൾ മാത്രമാണോ സാമൂഹ്യ മാറ്റത്തിനുള്ള ഒരു സോളിഡാരിറ്റിയുടെയും കണക്റ്റിലൂടെയും മാത്രമല്ലേ നമുക്കൊരു ഡെവലപ്മെന്റ് ആയാലും ഒരു സോഷ്യൽ ചേഞ്ച് ആയാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റായി മാറും എന്നുള്ളതായിരുന്നു എന്റെയും ചോദ്യം. എനിക്ക് തോന്നുന്നു ഈ രണ്ട് ചോദ്യങ്ങളോടുള്ള റെസ്പോൺസ് നമുക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഏതെങ്കിലും ചോദ്യങ്ങൾ, എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡോക്ടർ ചിന്തുവും പ്രീതും ഉന്നയിച്ച്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ തന്നെ പശ്ചാത്തലം ഒരു പക്ഷെ നമുക്ക് ഓർത്തെടുക്കാവുന്ന ഒരു പക്ഷേ പ്രേരണ സിംഗ് ആയിരിക്കാം. സോളിഡാരിറ്റിയെ കുറിച്ചുള്ള, അതായത് സബ് നാഷണലിസം എന്ന ഒരു കേരള ഡെവലപ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച
ഹൗ സോളിഡാരിറ്റി വർക്ക്സ് ഫോർ വെൽഫെയർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു മലയാളി സോളിഡാരിറ്റി എങ്ങനെയാണ് വെൽഫെയറിലേക്ക് കേരള സമൂഹത്തെ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. എനിക്കറിയില്ല അത് എത്രമാത്രം പ്രസക്തമാണ് ഈ ഘട്ടത്തിലെന്ന്. അപ്പോൾ നമുക്ക് തൽക്കാലം മറുപടിയിലേക്ക് പോവാം. മറുപടി പറയാൻ ഞാൻ ഒരു 1-2 ഉദാഹരണങ്ങൾ എടുക്കാം, കുറച്ചും കൂടെ എളുപ്പത്തിൽ എനിക്ക് ഒന്ന് വിശദീകരിക്കാൻ കഴിയുന്ന അങ്ങനെയായിരിക്കും. ഇപ്പോ കേരളത്തിലെ ആദിവാസി മേഖല എടുക്കാം. കേരളത്തിലെ ആദിവാസി ഗോത്ര മഹാസഭ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഭൂരഹിതരായ മുഴുവൻ ആദിവാസികൾക്കും 5 ഏക്കർ ഭൂമി നൽകണം എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. നമ്മൾ പൊതുവെ ആദിവാസി സമൂഹത്തെ പഠിക്കുന്ന സമയത്ത് ആദിവാസി സമൂഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വളരെ ഹോമോജീനസ് ആയ എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന വളരെ ഐക്യത്തോടെ നിൽക്കുന്ന ഒരു സമൂഹമാണ് എന്ന തരത്തിലാണ് പലപ്പോഴും ഞാൻ പറയുന്നത്. ഇതിനൊക്കെ പല രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് പലപ്പോഴും സോഷ്യൽ വർക്കിനകത്തൊക്കെ കാണുന്ന ചില പ്രവണതകളാണ് പറയുന്നത്. ഇപ്പോ സാമൂഹ്യ മാറ്റം, ഇപ്പോ ആദിവാസി മേഖലയിൽ ഒരു സാമൂഹ്യ മാറ്റം സാധ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം അഭിസംബോധന ചെയ്തേ മതിയാവും. ഈ ചോദ്യം അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ആന്തരികമായ ഒരു ശ്രേണീവൽക്കരണമുണ്ട്, ബാഹ്യമായ ഒരു ശ്രേണീവൽക്കരണം. ആന്തരികമായ ശ്രേണീവൽക്കരണം എന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ വയനാട്ടിൽ പോയിട്ട് ആദിവാസികളെ പരിശോധിക്കുന്ന സമയത്ത് കുറിച്യരുണ്ട്, കുറുമരുണ്ട്, പണിയരുണ്ട്, അടിയരുണ്ട്. ഇതില് പണിയ അടിയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് സാമ്പത്തികമായും സാമൂഹികമായും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് എന്നത് പലതരം റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ കുറിച്യ വീടുകളിൽ പോയി കഴിഞ്ഞാൽ, കുറുമ വീടുകളിൽ പോയി കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, അവര് സ്വയം വിശ്വസിക്കുന്നത് ഞങ്ങളാണ് ആദിവാസി വിഭാഗത്തിലെ നായർ എന്നാണ് അവർ സ്വയം സങ്കല്പിക്കുന്നത്. എന്ത് തരം സാമൂഹ്യ ഐക്യമാണ് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാവുക? കുറിച്യരെയും കുറുമരെയും പണിയരെയും അടിയരെയും മുൻനിർത്തി ആദിവാസികളുടെ സാമൂഹ്യ മാറ്റത്തെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അധികാര ശ്രേണി ബന്ധങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ എന്തുതരം സോളിഡാരിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എനിക്ക് സോളിഡാരിറ്റിയോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ സോളിഡാരിറ്റി എന്ന് പറയുന്ന ആശയം വരുന്നത് പ്രത്യേകിച്ച് അമേരിക്കൻ സോഷ്യോളജിയുടെ ചരിത്രത്തിൽ നിന്നാണ് ഈ സോളിഡാരിറ്റി എന്ന് പറയുന്ന ആശയം വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കൻ സാമൂഹ്യ പഠനത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രപരമായ സമീപനം ഒരു കാലത്ത് വളരെ ശക്തമായിരുന്നു. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, അതായത് സാമൂഹ്യമായി സംഘടിക്കുന്ന ആളുകൾ, സാമൂഹ്യ പ്രസ്ഥാനത്തിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾ, നിലനിൽക്കുന്ന സംവിധാനത്തോട് കലഹിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ അവർ വിശേഷിപ്പിച്ചത് ഇവർക്കൊക്കെ തന്നെ സൈക്കോളജിക്കലായ ഡീവിയേഷൻ ഉണ്ട് എന്നതാണ്. അതായത് കളക്റ്റീവ് ബിഹേവിയർ സമീപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് എന്താ വെച്ചാല് സൊസൈറ്റി ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഈ ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിനെ എതിർക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിന്റെ അധികാര ഘടനയെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരുതരം ഡീവിയന്റ് ബിഹേവിയർ ഉണ്ട് എന്നതാണ് കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്ന മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിന്റെ അടിത്തറയായിട്ട് പ്രവർത്തിച്ചത്. ഞാൻ പറയുന്നത്, ഞാൻ ന്യായമായും സംശയിക്കുന്ന ഒരു കാര്യം, സോഷ്യൽ കൊഹഷൻ എന്ന് പറഞ്ഞ് നിർവചനത്തിൽ മുന്നോട്ട് വെച്ച് ഈ സാമൂഹിക ഐക്യം എന്ന് പറയുന്ന പരികല്പനയ്ക്കകത്ത് ഇത്തരം ആശയങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർത്തിട്ടുള്ളത്. അപ്പോ ഏറ്റവും അവസാനം ഇപ്പൊ നിങ്ങൾക്ക് ഈ കോവിഡുമായി ബന്ധപ്പെട്ട്, ഞാൻ ആ ഡേറ്റ് ഓർമ്മിക്കുന്നില്ല, കോവിഡുമായി ബന്ധപ്പെട്ട് പ്രതാപ് ഭാനുമേത്ത ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് എഴുതിയ വളരെ മനോഹരമായ ഒരു ആർട്ടിക്കിൾ. അതിനകത്ത് അദ്ദേഹം സോളിഡാരിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തിനെ വാസ്തവത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്ന ഇതാണ്, സോളിഡാരിറ്റിയെയും സോഷ്യൽ ജസ്റ്റിസിനെയും ബന്ധിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ വാദം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ മൈഗ്രന്റ് വർക്കേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അതിഥി തൊഴിലാളികളോ മറ്റെന്തെങ്കിലും പദപ്രയോഗങ്ങളാവട്ടെ,
നിങ്ങൾ ഈ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കമ്പാഷൻ എന്ന് പറയുന്ന ആശയത്തിനകത്ത് സാമൂഹ്യ നീതി എന്ന് പറയുന്ന സങ്കല്പന നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അങ്ങേയറ്റം പ്രശ്നവൽക്കരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ നീതി എന്ന് പറഞ്ഞപ്പോൾ നാൻസി ഫ്രേസർ അവരുടെ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിൽ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. സാമൂഹ്യ നീതിയുടെ ഒന്നാമത്തെ ഘടകം നിങ്ങൾക്ക് വിഭവത്തിലുള്ള പുനർവിതരണം സാധ്യമാവും, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. രണ്ടാമത് നിങ്ങൾക്ക് റെക്കഗ്നീഷൻ സാധ്യമാണ്, അതായത് ഇവർ ഈ രാജ്യത്തെ രാഷ്ട്രീയ സമൂഹത്തിനകത്തുള്ള പൗരന്മാരാണ് എന്ന അംഗീകാരം നിങ്ങൾക്ക് സാധ്യമാണ്. മൂന്നാമത് അതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ. ഈ മൂന്ന് കാര്യങ്ങളെയും നിങ്ങൾക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ സാമൂഹ്യ നീതി എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് സംസാരിക്കാവൂ. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാരബന്ധങ്ങൾ, അതിന്റെ അസന്തുലിതാവസ്ഥ, അതിന്റെ ശ്രേണിവൽക്കരണം. ഞാൻ ആദിവാസി സമൂഹത്തെ കുറിച്ച് ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ ബാഹ്യമായ ശ്രേണിവൽക്കരണം എന്ന് പറയുന്നത് ആരോടാണ് ആദിവാസികൾ പുറത്തേക്ക് ഫൈറ്റ് ചെയ്യുന്നത്? നോക്കൂ, നിങ്ങൾ ആദിവാസി സമൂഹത്തിന്റെ എല്ലാ വിഭവങ്ങളെയും പുറത്തു നിന്ന് പോയിട്ടുള്ള മനുഷ്യരാണ് കവർന്നെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ പുറത്തുനിന്നുള്ള മനുഷ്യരും ഈ ആദിവാസി സമൂഹവും തമ്മിൽ എന്ത് തരം ഐക്യപ്പെടലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, സോഷ്യൽ കൊഹഷന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറയുന്നത് ഐക്യപ്പെടാം, പക്ഷെ നമ്മൾ ഐക്യപ്പെടുന്ന സമയത്ത് ഐക്യപ്പെടലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ആശയങ്ങളുണ്ട്. അതല്ലാതെ സോഷ്യൽ വർക്ക് തുടങ്ങി വച്ച കാലത്ത് ഈ ഐക്യപ്പെടലിന്റെ നിദാനമായി പ്രവർത്തിച്ച ഒരു തരം ഉദാരമായ മാനവികതാവാദമുണ്ട്. ഈ മാനവികതാവാദത്തെ അഥവാ ഹ്യൂമനിസത്തെയാണ് ഞാൻ വാസ്തവത്തിൽ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു ഞാൻ ചോദ്യത്തെ അഭിസംബോധന ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ട പലതും നമുക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് എനിക്ക് തോന്നുന്നു അടുത്തൊരു അവസാനത്തൊരു ചോദ്യത്തോട് കൂടിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം. ശ്രീരാഗ്, ചുരുക്കി ഒന്ന് ചോദിക്കാമോ? ഹലോ ശ്രീരാഗ്, കേൾക്കാമോ? പറഞ്ഞോളൂ. അല്ല, ഡോക്ടർ രാജേഷ് പറഞ്ഞതില് ഞാൻ ചോദിക്കുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് ചോദ്യമാണ്. അതായത് നമ്മൾ പൊതുവിൽ ഈ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷണൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് അധ്യാപകർ പൊതുവിൽ മുന്നോട്ട് വയ്ക്കുന്നതാണ് പറയപ്പെടുന്നതല്ലോ. അപ്പൊ എങ്ങനെയാണ് ഡോക്ടർ രാജേഷ് അതിനെ നോക്കുന്നത്? ഈ പ്രൊഫഷൻ ആസ് എ അല്ലെങ്കിൽ ആസ് എ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ന്യൂട്രൽ പൊസിഷൻ ആണ് ഈ പ്രൊഫഷൻ ആവശ്യം എന്ന് ആണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് നന്നായി. ഞാനത് ഞാൻ നേരത്തെ മുന്നോട്ട് വെച്ച ഒരു സൈദ്ധാന്തിക കാഴ്ചപ്പാടിലേക്ക് തന്നെ തിരിച്ചു പോവാം, അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടെന്ന് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ 1971 മിഷേൽ ഫുക്കോയും നോം ചോംസ്കിയും തമ്മിൽ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒരു സംവാദം നടക്കുന്നുണ്ട് ലോകത്ത്. ആ സംവാദത്തിൽ മിഷേൽ ഫുക്കോ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇതിനോടുള്ള ഒരു റെസ്പോൺസിൽ വളരെ അത്യാവശ്യമായി അദ്ദേഹം പറയുന്നത് ഇതാണ്. അദ്ദേഹം പറയുന്നത് എന്താണ് ഒരു ശരിയായ രാഷ്ട്രീയ ദൗത്യം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പുറമേക്ക് നിഷ്പക്ഷമെന്ന് തോന്നുന്നതും സ്വതന്ത്രമെന്ന് തോന്നുന്നതുമായ സ്ഥാപനങ്ങളെ അതിനിശിതമായി വിമർശിക്കുകയും പിന്നീട് അതിനെ കടന്നാക്രമിച്ചുകൊണ്ട് മാത്രമേ അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ അതിൽ വളരെ ഭംഗിയായി മറച്ചു വെക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അവ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അക്രമോത്സുകതയെ പൊളിറ്റിക്കൽ വയലൻസ് എന്നാണ് ഫുക്കോ വിശേഷിപ്പിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ വയലൻസിനെ പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ അനാവരണം ചെയ്യുക എന്നതാണ് വിമർശത്തിന്റെ മറ്റൊരു ദൗത്യം, രാഷ്ട്രീയ ദൗത്യം എന്ന് ഫൂക്കോയും
നോം ചോംസ്കിയും തമ്മിൽ നടന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ന്യൂട്രൽ എന്ന് പറയുന്നതൊന്നും ന്യൂട്രൽ അല്ല, നിഷ്പക്ഷം എന്ന് പറയുന്നതൊന്നും നിഷ്പക്ഷമല്ല. നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നതല്ല യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്തുനിന്ന് കാണുന്ന യാഥാർത്ഥ്യത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ചില സൈദ്ധാന്തിക പരികൽപ്പനകളും സൈദ്ധാന്തിക സമ്പർക്കങ്ങളും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ സൈദ്ധാന്തിക പരികൽപ്പനകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഫുക്കോയെ ഒന്നുകൂടി കോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നിഷ്പക്ഷതയ്ക്കുള്ളിലുള്ള രാഷ്ട്രീയ അക്രമോത്സുകതയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയാനുള്ളത്. നമുക്ക് അവസാനമായിട്ട് ഡോക്ടർ ബസിത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കൺക്ലൂഡിംഗ് റിമാർക്സ് എന്ന നിലയ്ക്ക് ഒരു മിനിറ്റിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയാം. കെ പി രാജേഷ്, ബസിത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇനിയിപ്പോ ഒരു മിനിറ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെയും 2 ഭാഗങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പ്രസന്റ് ചെയ്യാം. 4 ഭാഗങ്ങളിലുള്ള പ്രസന്റേഷനാണ് ഞാൻ 5 ഭാഗങ്ങളുള്ള ഒരു പ്രസന്റേഷനാണ് ഞാൻ തയ്യാറാക്കിയത്. പിന്നീട് നമുക്ക് ഏതെങ്കിലും അവസരത്തിൽ തയ്യാറാക്കാം. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ഒരിക്കൽ കൂടി ഇതിന്റെ സംഘാടകരോട് സ്നേഹവും നന്ദിയും രേഖപ്പെടുത്താം. ഇത് നമ്മളെല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ നന്ദിയുടെ തന്നെ ഒരു ആവശ്യമില്ലെന്ന് ഞാൻ പറയാണ്. അടുത്തായിട്ട് ഞാൻ അബ്ദുൾ ബസിത്തിലേക്ക് പോകുന്നു. ബസിത്ത് അതിന് ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാമോ? ഇതില് എന്താ പറയാ, ശ്രീരാഗ് ചോദിച്ച ചോദ്യവും അതിനോട് രാജേഷ് പ്രതികരിച്ച ഒരു ഉത്തരവത്തിൽ നിന്നാണ് നമുക്ക് അതിലൊരു കൺക്ലൂഡിങ് വേർഡ്സ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷ്പക്ഷം എന്ന് തോന്നുന്ന ഒരു സംഗതി ഒന്നുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുകയും ഈ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ട് എങ്ങനെയാണ് ഒരു സാമൂഹിക മാറ്റം കൊണ്ടുവരാൻ ഒരു ഈ പ്രൊഫഷൻ എങ്ങനെയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതിനെയും അതിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് ഇതിലൊരു, എനിക്ക് തോന്നുന്നു രാജേഷ് പറഞ്ഞ പോലെ ഒരു സൈദ്ധാന്തിക വൈമുഖ്യം അല്ലെങ്കിൽ ആ ഒരു മുഖം തിരിക്കല് നമ്മൾ കേരളത്തിൽ നിന്ന് അത് ഇത് പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകൾ ആ ഒരു പ്രവണത അതിനെ ഒരു തടയിട്ടുകൊണ്ട് കൂടുതൽ സൈദ്ധാന്തികമായിട്ട് ഇതിൽ എൻഗേജ് ചെയ്യുകയും അതിനെ നമ്മുടെ പ്രൊഫഷനുമായിട്ട് നമ്മുടെ പ്രൊഫഷൻ നൽകുന്ന സർവീസുകളുമായിട്ട് ബന്ധിപ്പിക്കുകയും ആണെങ്കിൽ അതാകും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിദേശത്തു നിന്ന് വരുന്ന പല പഠനങ്ങളും നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ തന്നെ അത് വളരെ ക്ലിയർ ആണ്. അവര് ഈ ഒരു കാര്യമായിട്ടുള്ള വിജ്ഞാന ഉൽപാദനത്തിലൂടെ തന്നെയാണ് അവർ ഈ ഒരു പ്രൊഫഷനെ കൂടുതൽ അവർ ഇതിനെ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിൽ കൂടുതൽ പുതിയ കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു സൈദ്ധാന്തിക വശത്തോടുള്ള ഒരു വൈമുഖ്യം നമ്മുടെ ഈ പ്രൊഫഷൻ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. അത് അവസാനിപ്പിക്കുമ്പോൾ ഇപ്പൊ നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങളിൽ നിന്ന് അതിൻ്റെതായ ആഫ്റ്റർ എഫക്ട്സും ഉണ്ടാകും. അതിനെ നമ്മൾ ഫേസ് ചെയ്യുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു വളരെ വിശദമായ വളരെ ആഴത്തിലുള്ള ഒരു തികച്ചും ജൈവികമായ ഒരു സംവാദത്തിനാണ് നമ്മൾ ഇന്ന് എല്ലാവരും സാക്ഷിയായത്. അപ്പോൾ അതിന് ഒരു അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലോകത്താകമാനം ഡിസിപ്ലിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് ഒരു ഡിസിപ്ലിൻ മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു ലോകത്തല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ചരിത്രം പോലുള്ള ഒരു പക്ഷേ പ്രധാനപ്പെട്ട സാമൂഹ്യശാസ്ത്ര ഡിസിപ്ലിൻ പോലും അത് എന്തുമാത്രം ഏറ്റവും ആധുനികമായ ജനറ്റിക്കൽ സയൻസിൽ നിന്നും എന്തുമാത്രം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യയിലെ നമ്മുടെ ഒരു സിവിലൈസേഷന്റെ ചരിത്രത്തെ കുറിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2 ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഒന്ന് ശാസ്ത്ര വിഷയങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന സെൽ എന്ന ജേണലിലും രണ്ടാമത്തെ നേച്ചർ എന്ന ജേണലിലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഡിസിപ്ലിന്റെ ബൗണ്ടറിക്ക് പുറത്തു നിന്ന് പലതരം കൊടുക്കൽ വാങ്ങലുകളുടെ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് അനുദിനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏറ്റവും അടുത്ത് വരുന്ന നമ്മൾ പുറത്തു വരാൻ പോകുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അതിനകത്ത് പോലും വളരെ കൃത്യമായ ഇനിയും നമുക്ക് നാളെ ഈ പോളിസി നടപ്പാക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടാവാം. പക്ഷേ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം
ഇനി നമുക്ക് ഒരു ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു സെൻട്രലൈസ് ഒരു സ്പെഷ്യലൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് ഒരു റിസർച്ച് ഇന്റൻസീവ് യൂണിവേഴ്സിറ്റി, 2 ടീച്ചിങ് ഇന്റൻസീവ് യൂണിവേഴ്സിറ്റി, 3 കോളേജുകൾ, അതുപോലും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോളേജുകൾ ആയിട്ടാണ് നമ്മുടെ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ വിജ്ഞാനത്തിന്റെ ഒരു ഡിസിപ്ലിന്റെ ബൗണ്ടറികളിൽ പുറത്തു കിടക്കുകയും വളരെയധികം കൊടുക്കൽ വാങ്ങലുകൾ വിവിധമായ ഡിസിപ്ലിനുകളിലേക്ക് അത് ഒരു അനിവാര്യമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സോഷ്യൽ വർക്കിനും തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാന മൂല്യമായ ആ ഇന്റർ ഡിസിപ്ലിനറി നേച്ചറിനെ ഉയർത്തിപ്പിടിക്കാതെ ഒരു വർഷം മുന്നോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ഒരുപാട് വലിയ ചോദ്യങ്ങൾ, ഒരുപാട് നമുക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു താല്പര്യം ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു ഇന്ന് നമുക്കുണ്ടായത്. അപ്പോൾ ഈ പ്രസന്റേഷൻ ചെയ്ത കെ പി രാജേഷിനോട് പ്രത്യേകം നന്ദി പറയേണ്ടതില്ല. ഡോക്ടർ ബസ്റ്റ് രണ്ടുപേരും നമ്മുടെ തന്നെ അലുമിനിയാണ്. നമുക്ക് അതിന് തുടർച്ചയായിട്ട് നമുക്ക് 20-ാം തീയതി ഡോക്ടർ KR അനീഷ് നമ്മളോട് മറ്റൊരു വിഷയവുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അത് വെൽബീയിങ് ആൻഡ് മെന്റൽ ഹെൽത്ത് ഇൻ പോസ്റ്റ് കോവിഡ് എറ സോഷ്യൽ വർക്ക് പെർസ്പെക്റ്റീവ്സ്. അത് ഞായറാഴ്ച വൈകിട്ട് 20-ാം തീയതി വൈകിട്ട് 7 മണിക്കായിരിക്കും. അപ്പൊ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. കൂടുതൽ വീണ്ടും നമുക്ക് പഴയ പ്രഭാഷകരെ തന്നെ വീണ്ടും നമുക്ക് തിരിച്ചു വിളിക്കേണ്ടി വരും കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകൾക്കായി. അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ അലുമിനി കളക്ടീവിന്റെ പേര് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.